പേര് ജയശ്രീ, വാടാനപ്പള്ളി, സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ആണ്. RCM എന്ന ഈ ഒരു ജീവൻ രക്ഷാ മാർഗം 4 വർഷം, അതായത് ജനുവരി 30-ാം തീയതി, 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ജനുവരി 30-ാം തീയതിക്കാണ് എന്റെ കുടുംബത്തിലേക്ക് ഈ ഒരു നന്മ എത്തിച്ചു തന്ന എന്റെ ഗ്രേറ്റ് ലീഡേഴ്സായ ഭാഗ്യ മാഡത്തിനും ഗോപി സാറിനും എന്റെ ഹൃദയാർപ്പണം. കരുത്തും കരുതലുമായി എന്നെ മുന്നോട്ട് നയിക്കുന്ന RCMലെ എല്ലാ മഹാഗുരുക്കന്മാരെയും ഈ നിമിഷം ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഹോം മീറ്റിങ്ങിന്റെ പ്രാധാന്യവും അതിന്റെ പ്രസക്തിയെ കുറിച്ചൊക്കെയാണ് നമുക്ക് ഇവിടെ സംസാരിക്കാനുള്ളത്. RCM എന്ന മഹാപ്രസ്ഥാനത്തില് എല്ലാവർക്കും ഒരു വലിയ തൊഴിലവസരം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, പക്ഷെ തൊഴിലായിട്ടൊന്നുമല്ല ഞാനിതൊന്നും സ്വീകരിച്ചത്, തൊഴിലായിട്ടേ അല്ല. RCMന്റെ പ്ലാൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായാൽ ഈ പദ്ധതി മനോഹരമാണ്. ഒരു ബിസിനസിന്റെ അടിത്തറ എന്നത് ആ ബിസിനസിന്റെ പ്ലാൻ കാണിക്കലാണ്. നമ്മൾ ചെയ്യുന്ന പണിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ എത്രത്തോളം ഓരോരുത്തരും അത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പേർക്ക് അത് അങ്ങനെ ആത്മാർത്ഥമായിട്ട് ഒരു പേടി കൂടാണ്ട് ഒക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കും, അതിന് എത്രത്തോളം ട്രെയിനിങ്ങുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അതിന് എത്രത്തോളം പ്രോഗ്രാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ സ്വന്തം മനസാക്ഷിയോടൊന്ന് നെഞ്ചത്ത് കൈവച്ച് ചോദിക്കുക. അത് ഏറ്റവും പരമപ്രധാനമാണ്. പ്ലാൻ കാണിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് ഹോം മീറ്റിങ്ങുകൾ. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറണം, മനസ്സിലാക്കണം. ഞാൻ ഒന്നുകൂടെ പറയാണ്, RCM ബിസിനസിന്റെ അടിത്തറ എന്നത് ഏതൊരു ബിസിനസിന്റെയും, RCM മാത്രമല്ല, അതിന്റെ ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ നമ്മൾ കാണിച്ചു കൊടുക്കലാണ് അതിന്റെ അടിത്തറ. ആ പ്ലാൻ കാണിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് ഹോം മീറ്റിങ്ങുകൾ. ഈ ബിസിനസ്സിൽ സീരിയസ് ആയി ചെയ്യുന്നവർക്കുള്ളതാണ് ഹോം മീറ്റിംഗ്. അപ്പൊ ഒരു ഹോം മീറ്റിംഗ് വെക്കൂ എന്ന് ലീഡർ പറയുമ്പോൾ അതിന്റെ ഒരു ഗൗരവം, ശരിക്കും അത് എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ആ ലീഡർ പറയുന്നത്. അവരങ്ങനെ ഹോം മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് ഹോം മീറ്റിങ്ങുകളിലൂടെ അവരുടെ സ്കില്ല് വർദ്ധിപ്പിച്ച് അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ പങ്കുവെച്ച് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തപ്പോഴാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഈ ഒരു സിസ്റ്റത്തെ, ഈ ഒരു പ്രസ്ഥാനത്തെ ഏറ്റെടുക്കാൻ തയ്യാറായത്. ചുമ്മാ ഒന്നും കയറി വന്നിരിക്കുന്നവരല്ല ഈ പ്ലാറ്റ്ഫോമിലുള്ളവര്. എല്ലാവർക്കും അത്യാവശ്യം ജോലികളുണ്ട്, കാര്യങ്ങളുണ്ട്, അവനവന്റേതായ വിഷയങ്ങളുണ്ട്. എന്നിട്ടും നമ്മൾ ഈ ഒരു 7:15 സമയത്ത് ഇവിടെ ഓരോ മീറ്റിങ്ങുകളിലും ലൈവായിട്ടും ഫിസിക്കലായിട്ടും ഒക്കെ നമ്മൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ജോലിയോടൊപ്പവും, അല്ലെങ്കിൽ RCM പൂർണ്ണമായി ചെയ്തിട്ടും അതിൽ നിന്നൊരു വരുമാനം ചെറിയ രീതിയിലെങ്കിലും നമുക്ക് കിട്ടണമെന്ന നല്ലൊരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇത് ഏറ്റെടുത്ത് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ തുടക്കത്തിൽ ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ലീഡേഴ്സ് പറയും, നിങ്ങൾ മീറ്റിങ്ങിന് പങ്കെടുക്കൂ, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യൂ, വീട്ടിൽ നിങ്ങൾ അസോസിയേറ്റ് ചെയ്താൽ ഒരു ഹോം മീറ്റിംഗ് വെക്കൂ. അത് പറയുമ്പോൾ അതെന്തിനാ ഹോം മീറ്റിംഗ്, അതിന്റെ ആവശ്യം എന്താ? ഞാൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതല്ലേ? ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞിട്ടില്ലേ എന്നെ മീറ്റിങ്ങിനൊന്നും വിളിക്കരുത്, എന്റെ വീട്ടിൽ മീറ്റിംഗ് ഒന്നും വെക്കരുതെന്ന്? ഇതുപോലെ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ? എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അസോസിയേറ്റ് ചെയ്ത് ചെറിയ കൺസിസ്റ്റൻസി ആയ 1500 വോള്യം ചെയ്യുന്നവരുടെ വീടുകളിൽ പോലും ഇപ്പോഴും ബാക്കിയുണ്ടെന്ന് വെക്കാനായിട്ട്. അപ്പൊ എന്താ എന്നോട് പറയണ്ട, പക്ഷെ വരും. കാരണം എന്താണെന്നറിയോ, ഞാനും ഇങ്ങനെയാ പറഞ്ഞിരുന്നത്. ഞാൻ ഭാഗ്യ മാഡത്തിന്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഈ വക പരിപാടിക്കൊന്നും എന്നെ വിളിച്ചേക്കരുത്, എനിക്കൊരു ജോലിയുണ്ട്, ഞാൻ അതിന്റെ കാര്യവുമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. നല്ലതാണെന്ന് കണ്ടപ്പോ, ഇന്ത്യൻ ആണെന്ന് കണ്ടു, അത് വാങ്ങിച്ചിട്ട് ആദ്യം ഉപയോഗിക്കുന്നല്ല ചെയ്തത്. ഇപ്പൊ വലിയ പത്രാസിലും പവറിലും സ്റ്റാർ പ്ലാറ്റിനാണ്, 100% പ്രൊഡക്റ്റ് യൂസ് ചെയ്യൂ എന്നൊക്കെ ഘോരഘോരം പറയുന്ന ഈ ഞാൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടല്ല വന്നത്. ആദ്യമായിട്ട് കിട്ടിയത് അനാർദന ഗോലിയാണ് കയ്യില്. അത് കിട്ടി, ഗ്യാസിന്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീടിന് തൊട്ടടുത്തുള്ള ഒരു ലേഡിയാണ് എനിക്ക് ആദ്യം അത് കൊണ്ടുവന്ന് തന്നത്. അത് ഉപയോഗിക്കില്ല ചെയ്തേ. അത് വാങ്ങി വരുന്ന സമയത്ത്, ഭാഗ്യ മാഡത്തിന്റെ വീട്ടിൽ നിന്ന് വാങ്ങി വരുന്ന സമയത്ത് പരിചയമുള്ള ഒരു വ്യക്തി എന്നോട് ഇത് എന്താണെന്ന് ചോദിച്ചപ്പോ ഗ്യാസിന് നല്ലതാണെന്ന് പറഞ്ഞു. എന്നാ ഇങ്ങോട്ട് തന്നോളൂ എന്ന് പറഞ്ഞു. ഭാഗ്യ മാഡം എനിക്ക് ഫ്രീ ആയി തന്ന പ്രൊഡക്റ്റ് ഞാൻ അവർക്ക് കാശിന് വിറ്റു. ആലോചിച്ച് നോക്കണേ, അതിന്റെ രസം എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ല, എനിക്കത് ഒന്നും അറിയില്ല. പക്ഷെ അവരത് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് അവരുപയോഗിച്ചിട്ട് എന്നും ഗ്യാസ് ട്രബിളിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന അദ്ദേഹം എന്നോട് പറയാണ്, ജയ ഇനി അത് കിട്ടാനുണ്ടോ? എവിടെന്നാ കിട്ടുക? നല്ലതാണ് കേട്ടോ, അത് നല്ല വ്യത്യാസമുണ്ട് വയറിനൊക്കെ. അപ്പൊ നല്ലതാണല്ലോ കാര്യം. ഞാൻ അറിയാതെ തന്നെ അങ്ങനെയാണെന്ന് ആദ്യത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവാനുള്ള ഒരു കാരണം. എന്നിട്ട് പിന്നെ അവരെ വീട്ടിൽ പോകുന്നു, ഓരോ കാര്യങ്ങൾ കാണുന്നു,
പരമാവധി ഒരു 3-4 മാസത്തോളം പ്രൊഡക്റ്റ് കൊണ്ടുപോയി വിൽക്കലായിരുന്നു എന്റെ പണി. പലതും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. നല്ലതാണെന്ന് അവര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, എന്റെ ലീഡറെ വിശ്വസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൊണ്ടുപോയി വിറ്റു. പക്ഷെ അതിനിടയിൽ അറിയാം എനിക്ക് കുറെ ബുദ്ധിമുട്ടുകളും ശാരീരികമായ അസ്വസ്ഥതകളും ഫൈബ്രോയിഡും സിസ്റ്റും PCOD ഒക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിനൊരു സപ്ലിമെന്റ് കാണിച്ചു തന്ന് അതിന്റെ ഉപയോഗം എന്റെ ശരീരത്തിൽ ആകെ മാറ്റങ്ങൾ വരുത്തി. പലപ്പോഴും അത് മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റ് ഉപയോഗിച്ച് ഉണ്ടായ മാറ്റമാണ് എന്നെ ഈ ഒരു പ്രസ്ഥാനം ഏറ്റെടുക്കാനായിട്ട് എനിക്ക് പ്രേരണ വെച്ചത്. അപ്പൊ അന്നും ലീഡർ പറഞ്ഞിട്ടുണ്ട്, മീറ്റിംഗ് വെച്ചാൽ നല്ലതാണ്, പ്രൊഡക്റ്റിനെ കുറിച്ചൊരു നോളേജ് കിട്ടും ചെയ്യാൻ, നീ വരൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യൂ, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഞങ്ങൾ വരാം. എനിക്കൊക്കെ അറിയാം. എന്താ ഇത് ഉപ്പും മല്ലിയും മുളകൊക്കെ ഇടാനായിട്ട് എനിക്ക് ഇവര് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉപ്പും മല്ലിയും മുളകും കൂട്ടാനിലിടാനായിട്ട്, കറി വെക്കാനായിട്ട് നമ്മള് ഉപ്പൊക്കെ കണക്ക് നോക്കിയിട്ടാണോ? കറിയിൽ ഉപ്പിടുമ്പോ നമ്മുടെ ഈ കൈ പറയൂല്ലേ ഇത് ഇത്രയാണെന്നുള്ളത്, ആ കൈ പറയും ഇത്ര അളവ് ഉപ്പ് അതിലിടണം എന്നുള്ളത്. എല്ലാം നമ്മൾ കൈ കൊണ്ട് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യും. ഒരു പാൽ അടപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോയിട്ട് വരുമ്പോഴേക്കും നമുക്കറിയാം ആ പാല് തിളയ്ക്കുന്ന ടൈം. അതെവിടെയെങ്കിലും വാച്ച് കൈമ കെട്ടിയിട്ടാണോ നമ്മളമ്മമാരും ഒക്കെ പുറത്ത് പോയിട്ട് ആ പാല് തിളച്ച് പോകുമ്പോഴേക്കും കയറി വരുന്നത്? ഒന്നുമല്ല. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ കുറച്ച് ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ആൾതാമസം ഉണ്ടായാൽ മതി എന്ന് എപ്പോഴും നമ്മുടെ ഗുരുനാഥന്മാര് പറയാറുണ്ട് അല്ലെ. എന്ന പോലെ ഈ ഉപ്പിടാനും മല്ലിയിടാനും മുളകിടാനും എന്തിനും ഭാഗ്യം മാഡം എനിക്ക് ക്ലാസ്? എനിക്ക് ജോലിയുണ്ട്, അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ഇവരെന്തൊക്കെ പറഞ്ഞാലും അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു വ്യക്തിത്വമായിരുന്നു ഞാൻ. എനിക്ക് ഒരിക്കലും വിശ്വാസം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ പ്രൊഡക്റ്റിൽ വിശ്വാസമില്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്നത് വിശ്വാസം ഭാഗ്യം മാഡത്തിൽ മാത്രമാണ്. അതും എന്നോട് എന്റെ ഭർത്താവാണ് പറയണത്, എനിക്ക് അവരൊന്ന് വിശ്വസിക്കേ, എന്തായാലും നിന്റെ ഗർഭപാത്രം എടുത്ത് കളയാൻ പോവാണ്. അപ്പൊ എന്നാ അവര് പറയുന്ന ആ ടാബ്ലറ്റ്, നമ്മൾ ചത്തൊന്നും പോവില്ലല്ലോ ജയ, നമ്മുടെ വീടിന്റെ അടുത്തുള്ളവരല്ലേ, അവര് പറയുന്നത് നീ ഒന്ന് കേക്ക്, അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനം എടുക്കാന്ന് പറയുന്നു. ഇന്നും ഞാൻ ഭാഗ്യം മാഡത്തിന് അതിന്റെ പൈസ കൊടുത്തിട്ടില്ല കേട്ടോ, അതവിടെ കിടക്കട്ടെ. ഗ്രാറ്റിറ്റ്യൂഡ് അതങ്ങനെയാണല്ലോ, നമ്മളുടെ അമ്മയുടെ വയറ്റിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാല് എന്നും ആ പൊക്കിൾക്കടി ബന്ധം മരണം വരെ അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് അവിടെ നിൽക്കും. അപ്പൊ ആ ഗ്രാറ്റിറ്റ്യൂഡ് പോലെ അതവിടെ നിൽക്കട്ടെ. അത് എന്നാലല്ലേ എനിക്ക് ഇങ്ങനെ വലിയ വലിയ വേദികളിലൊക്കെ പറയാൻ പറ്റുള്ളൂ. നാളെ എമറാൾഡ് ആവുമ്പോഴും എനിക്ക് പറയണ്ടേ, എന്റെ ഭാഗ്യ മാഡം ഒരു വുമൺ ടാബ്ലറ്റ് തന്നിട്ട് ഇന്നും ഞാൻ അതിന്റെ കടമായിട്ട് അവിടെ നിൽക്കുന്നത് ആ സ്നേഹബന്ധം. അത് ആ ഒരൊറ്റ പ്രൊഡക്റ്റ് എന്റെ ലൈഫ് ആകെ മാറ്റി മറിക്കുകയാണ്. 3 മാസത്തെ ഉപയോഗം കൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നു. അപ്പൊ എന്നിട്ട് എന്നെ ഒരു മീറ്റിങ്ങിന് വിളിച്ചതാണ്. ആദ്യത്തെ ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞാല് ഒരു ത്രിദിന കോഴ്സാ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫസ്റ്റ് ഹോം മീറ്റിംഗിൽ പോയിട്ടില്ല, ഒരു ഹോൾ പ്രോഗ്രാമിൽ പോയിട്ടില്ല, ഒന്നും അറിഞ്ഞൂടാ. ഒരു ത്രിദിന കോഴ്സ് എന്ന് പറഞ്ഞിട്ട് തളിക്കുളത്ത് RCM ലൈഫ് കെയർ മാർട്ടിൽ ഒരു ക്ലാസ് ഒരുങ്ങുന്നു. എന്നോട് പറഞ്ഞു നല്ലൊരു ലീഡറാണ് വരുന്നത്, നമ്മളുടെ ടീമിനെ വളരെ പവറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ലീഡറാണ്, പേര് സജീവ് കുമാർ എന്നാണ്, കൊമ്പൊടിഞ്ഞാമാക്കൽ എന്നാണ് സ്ഥലത്തിന്റെ പേര്. ഈശ്വര, ഇതെന്തൊരു സ്ഥലം, കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു സ്ഥലം. അപ്പൊ ഇദ്ദേഹം ആരാണെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാനില്ല, എനിക്ക് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ 6-6:30 വീട്ടിലേക്ക് എത്തുന്ന എനിക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ജയ, നീ ഒന്ന് വന്നിരുന്ന് നോക്കൂ, നമുക്ക് ചിലപ്പോ അത് നന്നായിന്ന് തോന്നിയാലോ, എന്തെങ്കിലും അത് മനസ്സിലാക്കാൻ തോന്നിയാലോ. അപ്പൊ ഇങ്ങനെ പറയില്ലേ, ഭാഗ്യ മാഡത്തിനെ വിഷമിപ്പിക്കണ്ട, നമ്മുടെ ലീഡർ അല്ലല്ലോ, എനിക്കെന്താ ലീഡർ ആണെന്ന് അറിയില്ല, എന്റെ ഒരു ബന്ധു കൂടിയാണ്, അവരോടുള്ള ഒരു സ്നേഹം, അവരെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട് ജോലി കഴിഞ്ഞ് വരുന്ന ഞാൻ ആ ഷോപ്പിൽ കയറിയിരിക്കുന്നു. ഏറ്റവും പുറകില് എണീറ്റ് പോരാൻ, എപ്പോ വേണമെങ്കിലും എണീറ്റ് പോരാവുന്ന മൈൻഡ് സെറ്റ്, അങ്ങനെയാണ്. അല്ലാണ്ട് എനിക്ക് സജീവ് സാർ ആരാണെന്നോ അവിടെ ഇരിക്കുന്നവർ ആരാണെന്നോ എനിക്കൊന്നും പറഞ്ഞൂടാ. പോരണം എന്നൊരൊറ്റ ചിന്തയോട് കൂടി അവിടെ ഇരുന്നു. പക്ഷെ അദ്ദേഹത്തിൽ കണ്ട എനർജി, അദ്ദേഹം കാണിച്ചു തന്ന കുറച്ച് കാര്യങ്ങള്, അദ്ദേഹം പ്രസന്റ് ചെയ്ത പ്ലാൻ, അതാണ് പറയുന്നത്. ആ ഒരു പ്ലാൻ എന്റെ മനസ്സിൽ ഒരു ചെറിയ ചിന്ത ഉണ്ടാക്കുകയാണ്. ഒരുപാട് വർഷങ്ങളായി മദ്രാസിലെ ഹോട്ടലിൽ ഗ്ലാസ് കഴുകിയിരുന്ന എന്റെ അച്ഛൻ ഏറെ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് അയച്ചു തന്നിരുന്ന 250-300 രൂപ കൊടുത്ത് പൊതുമാർക്കറ്റിലെ ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ട് 1 രൂപ പോലും നമുക്ക് ലാഭമില്ലാത്തൊരവസ്ഥയിലേക്കും ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും സഞ്ചരിക്കേണ്ടി വന്നത് ഭഗവാനെ ഈ ഒരു ഒറ്റ കാരണം കൊണ്ടല്ലേ. പക്ഷെ അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്നും. നമ്മൾ കാണുന്നത് എന്താ, TV തുറന്നാലും റേഡിയോ തുറന്നാലും കേൾക്കുന്നതൊക്കെ പരസ്യങ്ങളാണ്. പല്ലുപുളിപ്പും പല്ലുവേദനയുണ്ട്, സെൻസോഡൈന്റെ പേസ്റ്റ് ഉപയോഗിക്കൂ, നല്ല പൊന്തി വരുന്ന ചപ്പാത്തി ഭംഗിയോട് കൂടി തിന്നണമെന്നുണ്ടെങ്കിൽ ആശീർവാദം ഉപയോഗിക്കണം, കക്കൂസ കഴുകാനായിട്ട് ഹാർപ്പിക് ഉപയോഗിക്കണം, പരസ്യങ്ങളുടെ ഒരു ലോകം മാത്രമാണ്. അപ്പൊ അതായിരുന്നു ഉൽപ്പന്നങ്ങള്. അതിനപ്പുറത്തേക്ക്
ഇത്ര നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു തരാനും ആൾക്കാരുണ്ടായിരിക്കാം, പക്ഷെ ആ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു വരാൻ ഞാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പ്ലാൻ പറയാൻ എടുക്കുന്ന ഒരു രീതിയുണ്ട്. അത് കണ്ട് മനസ്സിലാക്കി രണ്ടാമത്തെ ദിവസം പങ്കെടുത്തു. മൂന്നാമത്തെ ദിവസം പങ്കെടുത്തപ്പോ മനസ്സിലായി ഇത് എനിക്കുള്ളതാണ്. എന്റെ ഗുരുവിനെ, എന്റെ ലീഡർ സുന്ദരൻ സാറിനെ ഷൈൻ ബാബു സാറ് മൂവാറ്റുപുഴ പേഴക്കപ്പള്ളിയിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് സുഖമായിരുന്നു ഉറങ്ങി എന്നാ പറഞ്ഞത്. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആരൊക്കെയോ കൈയടിക്കണ കണ്ടപ്പോ എഴുന്നേറ്റ് നോക്കിയപ്പോ ഉണ്ടത്രേ പലരും അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഇതിലേക്ക് വന്ന് ഷൈൻ ബാബു സാറ് കൊടുത്തൊരു പേസ്റ്റ് വഴിയാണ് സുന്ദരൻ സാർ ഈ ഒരു പ്രസ്ഥാനത്തെ ഏറ്റെടുത്തു. ഇപ്പൊ സ്റ്റാർ പേളാണ് അല്ലെ, പല്ല് തേച്ചിട്ട് അദ്ദേഹം സ്റ്റാർ പേളായി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ സ്റ്റാർ പ്ലാറ്റിനായി. അങ്ങനെ ഓരോരുത്തരും പഞ്ചതുളസി ഉപയോഗിച്ചിട്ട് എന്റെ ടീമിലെ പിങ്കി മാഡം ഇവിടെ വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നുണ്ട്, അവരിന്ന് സ്റ്റാറിലേക്ക് എത്തി. അപ്പൊ ഓരോരുത്തരുടെ പുറകിലും ഈ പ്രൊഡക്റ്റുകളുടെ ഒരു വലിയ ലോകം നമ്മുടെ മുൻപിലുണ്ട്. അപ്പൊ നമ്മൾ എന്തിനാണ് ഈ ഹോം മീറ്റിംഗ് വെക്കുന്നത്? ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ഒരു ബിസിനസ്, ഈ ഒരു ബിസിനസ് എന്ന് പറയണ്ടെന്ന് പറയണേ, എന്നാലും ബിസിനസ് ആണല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അപ്പൊ ഈ ബിസിനസ് തുടങ്ങുന്നത് വീടുകളിൽ നിന്നാണ്. ചിലര് വല്ലാതെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഓടി 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 അറ്റം വരെ ഓടുന്നുണ്ട്, രാവ് പകല് മൊത്തം ഓടുന്നുണ്ട്, പക്ഷെ റിസൾട്ട് വളരെ കുറവായിരിക്കും. അതിന്റെ പ്രധാന കാരണം എന്താ? പ്ലാൻ പറയാൻ എടുക്കുന്ന ഒരു രീതി. പ്ലാൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാട്ടോ, നമ്മൾ പറയുന്നത് നമ്മുടെ മുൻപിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാകുകയും കൂടി വേണം. അവിടെയാണ് പ്രധാനം. അങ്ങനെ മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ എപ്പോ നമ്മൾക്ക് കഴിയുന്നുവോ പതിയെ പതിയെ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരും. നമ്മുടെ ടീമില് ജനങ്ങളുടെ എണ്ണം വർദ്ധിക്കും. ഈ RCM എന്ന നന്മ ഏറ്റെടുക്കുന്നവരുടെ എണ്ണം കൂടും. അപ്പൊ പ്ലാൻ നമ്മൾ പറയുന്നുണ്ട്, സേത പ്ലാൻ സദാസമയവും പറഞ്ഞു പോരുന്നുണ്ട്. പുറത്തിറങ്ങിയാൽ പറയും, ബസ്സിൽ കണ്ടാൽ പറയും, ചായ കുടിക്കുന്നിടത്ത് പറയും, എല്ലായിടത്തും നമ്മൾ പ്ലാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് അല്ലെ. അപ്പൊ പ്ലാൻ നമുക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ എടുത്ത് പറയാം, 1 മണിക്കൂറിൽ 10 പേർക്ക് കാണിക്കാം. ഏതാണ് സ്യൂട്ട് എന്ന് നമുക്ക് മനസ്സിലാവണം. കാരണം സമയത്തിന് ഭയങ്കര മൂല്യമുണ്ട്. എന്റെ ഗുരുനാഥനും മെന്ററുമായ സജീവ് സാറ് പറയും, റേഷൻ കടയിൽ അരി വാങ്ങാൻ നിൽക്കുന്നവനോട് കടലാസിൽ പ്ലാൻ പറയാൻ സാധിക്കില്ല ഒരിക്കലും. അവൻ ആ സമയത്തിന് അത് മൂല്യമുണ്ട് സമയത്തിന്. അപ്പൊ ഓരോന്നിനും ഓരോ സമയം എടുത്തുകൊണ്ട് വേണം നമ്മൾ ആ പ്ലാൻ പറഞ്ഞു കൊടുക്കേണ്ടത്. കുറച്ചു പേരെ ഒന്നിച്ച് ചേർത്ത് വിളിച്ച് 1-1.5 മണിക്കൂറിൽ വിവരങ്ങൾ പറഞ്ഞ് ബോധ്യമാക്കി കൊടുക്കുന്നതാണ് ഹോം മീറ്റിംഗ്. അത്രേ ഉള്ളൂ. കുറച്ചു പേര്, ചിലപ്പോ 5 ആളെ ഉണ്ടാവുള്ളൂ, മതി. ആ 5 ആളില് ഒരാളെ ഏറ്റെടുത്താ പോരെ? എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഓരോരുത്തരും അങ്ങനെ വന്നതല്ലേ. ഭാഗ്യമേഡത്തിന്റെ 100ാമത്തെ ആളാണ് ഞാൻ. എന്ന് തൊട്ടേ എന്റെ അടുത്ത് പറഞ്ഞു തുടങ്ങിയതാ, പക്ഷെ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. നിരന്തരമായി എന്നെ ഫോളോ അപ്പ് ചെയ്ത് ഒരു മീറ്റിംഗിൽ കൊണ്ടു ചെന്ന് ഇരുത്തിയിട്ട് ആ മീറ്റിംഗിൽ എന്റെ ഗുരുനാഥൻ പറഞ്ഞു തന്ന പ്ലാൻ, പ്രസന്റ് ചെയ്ത പ്ലാൻ, എഴുതി കാണിച്ചു തന്ന പ്ലാൻ, അത് ത്രിദിന കോഴ്സ് ആയപ്പോ ഒരു ദിവസം ഫുള്ള് പ്ലാനാ. അങ്ങനെയാണല്ലോ ത്രിദിന കോഴ്സിന്റെ ഒരു ഭംഗി. ആ ഭംഗി ഗിരീഷ് സാറിൽ നിന്ന് സജീവ് സാറ് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ കരം പിടിച്ച് അതേപോലെ ടീമിലേക്ക് പകർന്നു കൊടുത്തു തന്നു. അത് ഭാഗ്യം പോലെ എനിക്ക് കേൾക്കാൻ ഒരു യോഗം ഉണ്ടായി. ആ പ്ലാനാണ് നമ്മളെ ഓരോരുത്തരെയും ജീവിത രീതി മാറ്റിമറിക്കുന്നത്. അപ്പൊ ഹോം മീറ്റിങ്ങുകൾ ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് വിജയിക്കാനാവില്ല. സാറ് പറയുന്ന പോലെ 1 വട്ടം 2 വട്ടം 100 വട്ടം ഉറപ്പ്, ഹോം മീറ്റിംഗ് ഇല്ലെങ്കിൽ വിജയിക്കാൻ സാധിക്കില്ല. ഈ ഹോം മീറ്റിംഗില് വാട്ട് ഈസ് RCM, അതാണ് പ്ലാൻ പ്രസന്റേഷൻ, അത് പറയും. അതുപോലെ സെൽഫ് യൂസ് ചെയ്താൽ എന്ത് കിട്ടും, സെയിൽ ചെയ്ത് എങ്ങനെ 4 കാശ് ഉണ്ടാക്കാം, എന്തിന് ചെയ്യണം, ഇത്രയും മതി. ആ വൈ ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. എന്തിന് ഞാൻ RCM ചെയ്യണം എന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിനോട് ചോദിക്കണം. മീറ്റിംഗിൽ വന്നിരിക്കുന്നവര് ജോലിക്കാരാവാം, വീട്ടമ്മമാരാവാം, സൈഡായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാവാം, പല വർക്കും ചെയ്യുന്നവരായിരിക്കാം. എന്നാലും അവര് ചിന്തിക്കും, എനിക്ക് എന്തിന്, ഞാൻ കരുതിയതാണ് അവിടെ ചെന്നിരുന്നപ്പോ, എനിക്ക് അത്യാവശ്യം ഒരു ചെറിയ ജോലി ഉണ്ട്, പിന്നെ ഞാൻ എന്തിന് ഈ RCM ചെയ്യണം? അപ്പോ ആ വൈ എത്രത്തോളം സ്ട്രോങ് ആണോ അത്രത്തോളം നമ്മുടെ മനസ്സിൽ അതിന്റെ കാഠിന്യം കേറും. ഇനി ഒറ്റ മീറ്റിംഗിന് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നിരവധി പ്രോഗ്രാമുകളിൽ അറ്റൻഡ് ചെയ്ത് അറിവ് കൂടി ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് കഴിവ് കൂടി അങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഒരു ചെറിയൊരു ബോധത്തിലേക്ക്, ചെറിയൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുന്നത്. ഞാൻ തുടക്കം മുതലേ എപ്പോഴാണോ RCM എന്റെ കയ്യിൽ കിട്ടുന്നത് ആ നിമിഷം മുതല്, പിന്നത്തെ മാസം ആണ് ഈ മീറ്റിംഗ് ത്രിദിന കോഴ്സ് ഉണ്ടായത്, അവിടെ നിന്ന് തൊട്ട് ഇന്ന് വരെ
എനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാം, ഞാനില്ലാത്ത പ്രോഗ്രാമുകൾ വളരെ കുറവായിരിക്കും, ഞാനില്ലാത്ത മീറ്റിങ്ങുകൾ വളരെ കുറവായിരിക്കും. ഏതൊരു പ്രോഗ്രാമിനും ഏതൊരു മീറ്റിങ്ങിനും എൻ്റെ ഗുരുനാഥന്മാരോടൊപ്പം ഞാനുണ്ട്. ഇന്ന് അവരില്ലെങ്കിലും എൻ്റെ ലീഡർക്ക് വരാൻ പറ്റിയില്ലെങ്കിലും ഞാൻ മെസ്സേജ് ഇട്ട് കൊടുത്തുകൊണ്ട് ഞാൻ ആദ്യം അവിടെ എത്തുന്ന ഒരു പ്രവണതയിലേക്ക് എന്നെ അവർ കൊണ്ടുവന്ന് എത്തിച്ചു. അപ്പോ ഇതൊക്കെ കഴിഞ്ഞ് ഷൈൻ ബാബു സാറ് ഒരു വർഷം 1.5 വർഷം കഴിഞ്ഞതിന് ശേഷം ഷൈൻ ബാബു സാറിന്റെ ഒരു ക്ലാസ് കേൾക്കാൻ ഇടവന്നു. അതിനു മുൻപ് അദ്ദേഹത്തിന്റെ പല ക്ലാസ്സുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ക്ലാസ്സിലാണ് ഈ വൈ എന്റെ ഉള്ളിലേക്ക് തലയിലേക്ക് കയറി വന്നത്. അപ്പൊ അതിനു മുൻപ് അത്ര ഞാൻ 1.5 വർഷം ഞാൻ പ്ലാൻ കേട്ടില്ലേ, ഇഷ്ടംപോലെ പ്ലാനുകൾ ഞാൻ കേട്ടു. അതിമനോഹരമായ പ്ലാൻ പ്രസന്റേഷൻ ആണ് സജീവ് കുമാർ സാറിന്റെ കേട്ടത്. പിന്നെ ഞാനും അത്യാവശ്യമൊക്കെ പ്ലാൻ പ്രസന്റ് ചെയ്ത് തുടങ്ങി. എന്റെ ടീമിലും അനവധി പേര് ചെയ്തു തുടങ്ങി. ഭാഗ്യ മാഡം പ്രസന്റ് ചെയ്യുന്നത് ഞാൻ കേട്ടു, സുന്ദരൻ സാർ ചെയ്യുന്നത് കേട്ടു. അതുപോലെ ഗ്രേറ്റ് ലീഡേഴ്സിന്റെ ഒക്കെ കറുകുറ്റിയിലൊക്കെ വരുമ്പോ നല്ല സ്ക്രീനില് ഭംഗിയോടുകൂടി മുതിർന്ന ലീഡേഴ്സ് പ്ലാൻ പറയുന്നത് കേട്ടു. ഇതൊക്കെ ഞാൻ കേട്ടെങ്കിലും വൈ സ്ട്രോങ് ആവാൻ പിന്നെയും ഒരു 1.5 വർഷം എടുത്തു എന്നാണ്. ആ ക്ലാസ് ആണ് ഷൈൻ ബാബു സാറിന്റെ കയ്യിൽ നിന്ന് നേരിട്ടൊരു ക്ലാസ് കേൾക്കുന്നു. അതിൽ അദ്ദേഹം ബോർഡും എഴുതിയിടാണ് എന്തിന് RCM ചെയ്യണം, എന്നിട്ടൊരു കണക്ക് കാണിക്കുകയാണ്. 1920കളിൽ നമുക്ക് ജീവിക്കാൻ 1 രൂപ മതിയായിരുന്നു. അങ്ങനെ ഓരോ 20 വർഷം കൂടുന്തോറും സാമ്പത്തിക സർവേ നടത്തുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ നമുക്കറിയാം, ജനങ്ങള് സർവേക്ക് വരും വീട്ടിലേക്ക്. 4 ചക്രമുണ്ടോ, 2 ചക്രമുണ്ടോ, ഗവൺമെന്റ് ജോലിക്കാരുണ്ടോ, കാർഡിന്റെ നിറം എന്താണ്, അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് സാമ്പത്തിക സർവേ നടത്തുമ്പോൾ 20 കൊല്ലം കൂടുമ്പോഴാണ് ഈ സർവേ നടക്കുന്നതും. 1920ൽ ആദ്യത്തെ സർവേ നടന്നപ്പോ നമുക്ക് 1 രൂപ മതിയായിരുന്നു ജീവിക്കാൻ. അടുത്ത 40കളിലായപ്പോ 1 0 കൂടി വലതുവശത്ത് കൂടി 10 രൂപ മതി. 60കളിലായപ്പോൾ അത് 100 രൂപയും 80കളിലായപ്പോൾ അത് 1000 രൂപയിലും എത്തി നിന്നു. അങ്ങനെ ഇപ്പൊ നമുക്കറിയാം ആ അവസ്ഥ എന്താണ്. അപ്പൊ 80കളിൽ ആ ഒരു നിമിഷം എൻ്റെ ഉള്ളിൽ ഒരു ക്ലിക്ക് വീണതാണ്. 80കളിൽ 1000 രൂപ വേണം ഒരു കുടുംബത്തിന് അത്യാവശ്യം ബുദ്ധിമുട്ടുകളില്ലാതെ ജീവിക്കാൻ. ഈശ്വര, ഞാൻ 1975 ജനിച്ച ഒരാളാ. അപ്പൊ 80 എന്ന് പറയുമ്പോ എനിക്ക് 5 വയസ്സ് പ്രായം. എനിക്ക് അന്ന് പണത്തിന്റെ മൂല്യം എന്താണെന്ന് ഒരു ധാരണയില്ല. അറിഞ്ഞൂടല്ലോ, 5 വയസ്സിലൊക്കെ നമുക്ക് പണത്തിനെ കുറിച്ച് ഒരു ധാരണയില്ല. അന്നൊക്കെ 25 കാശും 20 കാശും അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം. ഇന്ന് അതൊന്നും കാണാനില്ലാണ്ടായി, അതവിടെ നിൽക്കട്ടെ. അപ്പൊ അത് കഴിഞ്ഞ് 80കളിൽ 1000, 2000 ആകുമ്പോഴേക്കും 10,000 രൂപ എന്ന് പറയുമ്പോൾ അത്യാവശ്യം എനിക്ക് ബോധവും രൂപയെ കുറിച്ച് ധാരണയുമുള്ള കാലഘട്ടത്തില് എൻ്റെ വീട്ടിലേക്ക് കിട്ടിയിരുന്നത് ഒരു 300-350 രൂപ, 10,000 രൂപ കിട്ടുന്ന സമയത്ത്. അവിടെയാണ് എന്തിന് ആ വൈ അങ്ങയുടെ ഹൃദയത്തിൽ സ്ട്രോങ് ആയി. സത്യല്ലേ? അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് പൊതുമാർക്കറ്റിലെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ച് ഒരു ഗതിയുമില്ലാതെ രോഗങ്ങളും വിഷമതകളും സങ്കടങ്ങളും എന്നും പ്രശ്നങ്ങളുമായി നിന്നിരുന്ന ഒരു കുടുംബം. മൊത്തം മരുന്ന്, ഏട്ടന് കൊളസ്ട്രോളിന്റെ ബുദ്ധിമുട്ട്, പ്രഷർ, അതുപോലെ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനുള്ള ഗുളിക കഴിക്കുന്നു. അമ്മയാണെങ്കിൽ അമ്മയുടെ 35 വയസ്സ് മുതൽ വെർട്ടിൻ 16 എന്ന് പറയുന്ന ഇയറിംഗ് ബാലൻസിന് ഗുളിക കഴിക്കുന്നു. എനിക്കാണെങ്കിൽ PCOD, ഷുഗറിന്റെ ബുദ്ധിമുട്ട്, അതുമാതിരി ഫൈബ്രോയിഡ്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ശരീരത്തിന്റെ ഭാരമാണെങ്കിൽ 85 കിലോ, അസല് ഭാര. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ജാക്കറ്റ് പോലും മര്യാദയ്ക്കൊന്നും ഹുക്കിടാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് സ്വന്തം ശരീരത്തോട് ഒട്ടും ഇഷ്ടമില്ലാതെ എന്തിനിങ്ങനെ ഒരു ജന്മം തന്നു എന്ന് ഭഗവാനോട് ചോദിച്ചു പോയിരുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് RCMന്റെ പ്രൊഡക്റ്റ് കിട്ടുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് മനസ്സിലായി, ഈ ഒരു വൈ സ്ട്രോങ് ആക്കിയാൽ എൻ്റെ ഹൃദയത്തിലേക്ക് വരണം, ഇതെനിക്ക് വേണ്ടിയുള്ളതാണ്. ഈ ഉപ്പും മല്ലിയും കറിയിലിടുമ്പോൾ എൻ്റെ വീടാണ് രക്ഷപ്പെടുന്നത്. ഇതിൽ മായമില്ലാത്ത ഉൽപ്പന്നങ്ങളെ, പ്രകൃതിക്കും മനുഷ്യനും ഹാനികരമല്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ആശുപത്രി ചെലവ് കുറയ്ക്കാം, ഇംഗ്ലീഷ് മരുന്നുകളോട് വിട പറയാം. അത് ഇന്ന് 3.5 വർഷം, RCMൽ വന്നിട്ട് 4 വർഷം, 3.5 വർഷമായിട്ട് ഇംഗ്ലീഷ് മരുന്നുകൾ എൻ്റെ വീട്ടിലില്ല. അത് അഭിമാനത്തോടു കൂടി നെഞ്ചത്ത് കൈവച്ച് എനിക്ക് പറയാം. 35 വയസ്സ് മുതൽ എൻ്റെ അമ്മ ഉപയോഗിച്ചിരുന്ന വെർട്ടിൻ 16 എന്ന ഗുളിക പൂർണ്ണമായും അമ്മ ഉപയോഗം നിർത്തി. അപ്പൊ മരണം വരെ നന്ദേട്ടനോട് കഴിക്കാൻ പറഞ്ഞിരുന്നൊരു ഗുളിക ഉണ്ടായിരുന്നു, ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ. ഇത് റെക്കോർഡഡ് ആണ്, യൂട്യൂബാണ്. എനിക്ക് പറയാൻ ഒട്ടും വിഷമില്ല. MI ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരു വർഗീസ് പഞ്ഞിക്കാരൻ എന്ന് പറയുന്ന ഡോക്ടർ, അദ്ദേഹമാണ് ഏട്ടന് ആ മരുന്ന് എഴുതി കൊടുത്തത്. ഇന്ന് 3.5 വർഷമായി ആ ഗുളിക എൻ്റെ ഭർത്താവ് കഴിക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
ഒരു കുഴപ്പമില്ല, വളരെ മനോഹരമായി അദ്ദേഹത്തിന്റെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ശരീരത്തിലുണ്ട് കുറെ പ്രിക്കോഷൻസ്. നമുക്കറിയാം പണ്ട് കാലഘട്ടങ്ങളിൽ വയ്യാണ്ടായി കഴിഞ്ഞാല് നമ്മളുടെ അമ്മ ഇത്തിരി തുണി നനച്ച് നെറ്റിയിലിട്ട് തരും. പനി വന്നാല് കുറച്ച് ചുക്കും കുരുമുളകൊക്കെ തിളപ്പിച്ച് നമുക്ക് വെള്ളം തരും. ഇന്ന് അമ്മയ്ക്ക് മടിയില്ല. മടി എന്ന് പറഞ്ഞാൽ മടിയില്ല. അമ്മയ്ക്ക് ഇരിക്കാൻ മടിയുണ്ടോ? അമ്മമാർക്കും നേരമില്ല, മടിയിൽ കിടക്കാൻ മക്കൾക്കും സമയമില്ല. എല്ലാവരും പുതിയൊരു ലോകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് RCM ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത. അപ്പൊ ഹോം മീറ്റിംഗ് അറേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണെങ്കിൽ, മീറ്റിംഗ് നടത്തുന്ന വീട്ടിലെ വ്യക്തികള് അത്യാവശ്യം പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ചവരായിരിക്കണം. എന്നെ പോലെ 3 മാസം പ്രൊഡക്റ്റ് ഉപയോഗിക്കാണ്ട് വിക്ടോറിയുടെ വീട്ടിൽ മീറ്റിംഗ് വെക്കരുത്. ഇത് വളരെ ഗൗരവമായി ഞാൻ പറയാൻ കാരണം, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ കൊടുക്കലാണ് ചെയ്തിരുന്നത്. അപ്പോ ഇനി ഇത് നമ്മൾ വാശിപ്പുറത്ത് പറയുന്നതല്ല കേട്ടോ. മീറ്റിംഗ് പ്രൊഡക്റ്റ് ഉപയോഗിച്ചവരെ വീട്ടിൽ മാത്രം വെക്കൂന്ന് വാശി കൊണ്ട് പറയുന്നതല്ല. ചില വീടുകളിൽ ഇപ്പൊ നമുക്ക് പറ്റിയെന്ന് വരില്ല അല്ലെ, പക്ഷെ ഇതിന്റെ ഫീൽ അറിയണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കണ്ടേ? എനിക്ക് ഇത്ര ആധികാരികമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ റിസൾട്ട് കിട്ടിയത് കൊണ്ടല്ലേ. പഞ്ചസാരക്ക് മധുരമാണെന്ന് നമുക്കറിയാം. നമ്മള് ആർക്കും അറിയാം പഞ്ചസാരക്ക് മധുരമാണെന്ന്. രുചിച്ച് നോക്കാതെ തന്നെ മധുരം ഉണ്ട് എന്നറിയാം. പക്ഷെ അതിന്റെ ഫീൽ അറിയണമെങ്കിൽ, അത് അനുഭവിച്ചറിയണമെങ്കിൽ നാവിലൊന്ന് വെച്ച് നോക്കണം അല്ലെ. അപ്പോഴാണ് ശരിക്കും അത് അനുഭവിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അനാർദ്ദനാഗോലി തന്നിട്ട് അത് ഗ്യാസ് മാറും, അതിന് വേറെ കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് മൂലക്കുരുവിന് ബുദ്ധിമുട്ടുള്ളവർക്ക് അത് കൊടുക്കാം, അതുപോലെ തന്നെ HB ലെവൽ കുറവുള്ളവർക്ക് കൊടുക്കാം. ഇതൊന്നും എൻ്റെ അടുത്ത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ആകെ ഉണ്ടായിരുന്ന പ്രശ്നം എന്താ, ഗ്യാസ്. അത് മാറിക്കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ അത് മാറും എന്ന് പറയുമ്പോ അത് കഴിച്ചാലല്ലേ എനിക്ക് അതിന്റെ റിസൾട്ട് അറിയുള്ളൂ. ഞാൻ കഴിച്ചില്ല, കഴിക്കാണ്ട് വേറൊരാൾക്ക് വിൽക്കുക ചെയ്ത്. കഴിച്ച അദ്ദേഹം പറയുന്നു എനിക്ക് ഗംഭീര റിസൾട്ട് ആയിന്ന്. അപ്പൊ അത് പറയുമ്പോ കിട്ടുന്ന ഒരു ഫീല് വേറെയാണ്. അതുപോലെ പ്രൊഡക്റ്റ് ഇപ്പൊ നമ്മൾ പറയും എന്ന് കരുതി കറന്റ് കമ്പിയിൽ സജീവ് സാറ് പറയും കറന്റ് കമ്പിയില് ഷോക്ക് ഉണ്ടോന്ന് അറിയാൻ വേണ്ടി നമ്മൾ അനുഭവിച്ചറിയാൻ പോവാറില്ല അല്ലെ. നമുക്കറിയാം കറന്റ് കമ്പിയിൽ ഷോക്ക് ഉണ്ടെന്ന്. അപ്പൊ ഓരോ കാര്യങ്ങളും നമ്മളുടെ ഹൃദയത്തില് അത് അതിൻ്റെതായ രീതിയിൽ അനുഭവിച്ചറിയുമ്പോൾ അതിനൊരു ഫീല് വരും. അപ്പൊ പ്രൊഡക്റ്റ് ഉപയോഗിച്ച വീട്ടിൽ മാത്രമേ ഹോം മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ പാടുള്ളൂ എന്നത് കർശന നിയമമല്ല. ചിലപ്പോ ചില വീടുകളിൽ അത് പറ്റില്ല. പക്ഷെ അവിടെയും നമുക്കൊരു കാര്യമുണ്ട്, ആ പ്രൊഡക്റ്റ് ആ വീട്ടിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ നേതൃത്വത്തിലായിരിക്കും, അവരുടെ വീട്ടിൽ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവാതെ വരുമ്പോ അവരുടെ നേതൃത്വത്തില് അവര് പറയുന്ന മറ്റൊരു വീട്ടിൽ ഹോം മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. ആ വീടുകളിൽ അറേഞ്ച് ചെയ്ത് അപ്പോഴും പ്രൊഡക്റ്റ് ഉപയോഗിച്ച ആളാണല്ലോ അത് അറേഞ്ച് ചെയ്യുന്നത്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തണം. പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അവരത് മനസ്സിലാക്കി അവര് നമ്മുടെ കൂടെ ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു വീടുകളിൽ ഹോം മീറ്റിംഗ് വെക്കണം. അതിന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം പ്രൊഡക്റ്റുകളാണ് സംസാരിക്കുന്നത്. ഇവിടെ സംസാരിക്കുന്നത് ഞാനല്ല, ഞാൻ ഉപയോഗിച്ച പ്രൊഡക്റ്റുകളാണ് ഇവിടെ സംസാരിക്കുന്നത്. ഉപയോഗിക്കാത്തവന് ഇതിലൊന്നും ഒരു മൈൻഡ് ഉണ്ടാവില്ല. നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ പലരുടെയും അനുഭവങ്ങൾ അവിടെ ഷെയർ ചെയ്യിക്കും അല്ലെ. ത്രിദിന കോഴ്സിലായിക്കോട്ടെ, ഇതുപോലെയുള്ള ഹോം മീറ്റിങ്ങുകളിലായിക്കോട്ടെ, എനിക്കതൊക്കെ അനുഭവമാണ്. പലരും അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യിക്കുന്നു. അപ്പൊ നമുക്ക് തോന്നുന്നു അനുഭവങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യിക്കുമ്പോ അവര് കണക്ട് ചെയ്ത് പറഞ്ഞു പോകുമ്പോ ഇത് എനിക്കും വേണല്ലോ, എനിക്കും ബോധ്യാവൂലോ, എനിക്കും മനസ്സിലാവൂലോ, ഇത് ഞാൻ ഉപയോഗിച്ചാല് എനിക്കും ഇതുപോലുള്ള റിസൾട്ട് ഒക്കെ കിട്ടൂലോ എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരും. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും, നമുക്കൊന്നും ചില ആൾക്കാരുണ്ട് എന്ത് പറഞ്ഞാലും ഉപയോഗിക്കില്ല കേട്ടാ. അങ്ങനെയുള്ള കാറ്റഗറി ഇപ്പോഴും ഉണ്ട്. നമുക്ക് അവരോട് ആരോടൊരു വെറുപ്പ് തോന്നിയിട്ട് കാര്യമില്ല, ഇപ്പോഴും ഉണ്ട്. ഒന്നും ഉപയോഗിക്കാൻ തയ്യാറല്ല. എന്ത് പറഞ്ഞാലും അതൊന്നും അവർ തയ്യാറല്ല. പക്ഷെ നമുക്ക് അവരോട് പരാതി വേണ്ട, പരിഭവം വേണ്ട, ഒന്നും വേണ്ട. കാരണം എന്താ, ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഈ ഒരു പ്രസ്ഥാനത്തിലെ ഒരു ഷാമ്പു ഉപയോഗിക്കണമെങ്കിൽ യോഗം വേണം, നല്ല അസല് രാജയോഗം. അതുണ്ടെങ്കിൽ മാത്രമേ ആ 2 രൂപയുടെ ഹെർബൽ ഷാമ്പു പോലും ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. നമ്മുടെ ഡ്യൂട്ടി എന്താ, എല്ലാവരിലേക്കും ഈ ഒരു അവസരങ്ങൾ പറഞ്ഞു കൊടുക്കുക, എല്ലാവരിലേക്കും ഈ പ്രൊഡക്റ്റുകൾ എത്തിക്കുക എന്നതായിരിക്കണം നമ്മുടെ ഡ്യൂട്ടി. വിജയം എന്നത് ഒരു രാത്രി കൊണ്ട് സംഭവിക്കുന്ന അത്ഭുതമല്ല. തോൽവികളിലും തളരാതെ മുന്നോട്ടു പോകാനുള്ള നമ്മുടെ മനക്കരുത്ത്, പ്രതിസന്ധികൾ വരുമ്പോ പിന്തിരിഞ്ഞോടാതെ അവയെ വളരാനുള്ള അവസരങ്ങളായി കാണുക. കഠിനാധ്വാനവും ആത്മവിശ്വാസവും ഇതൊക്കെ നമ്മുടെ കൂട്ടിനുണ്ടെങ്കിൽ അതിമനോഹരമായ ഈ സിസ്റ്റത്തിലൂടെ ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ്, കെയറിങ് അപ്ലൈൻ ലീഡേഴ്സിന്റെ സഹായത്തോടെ
അസാധ്യമെന്ന് കരുതിയ പലതും നമുക്ക് കീഴടക്കാൻ സാധിക്കും. 100 വട്ടം ഉറപ്പ്. ഞാൻ തന്നെയാണ് ജീവിച്ചിരിക്കുന്നതിന്റെ സാക്ഷി, എന്റെ കുടുംബവും. അതിനപ്പുറം എനിക്ക് ഒന്നും അതിൽ സമർപ്പണം ചെയ്ത് പറയാനില്ല. അതിനുള്ള ആദ്യ പടിയാണ് പ്രൊഡക്റ്റ് യൂസ്. അത് കഴിഞ്ഞ് പ്രൊമോട്ട് ആൻഡ് ഷെയർ. നല്ല ഡോക്ടറെ കണ്ടാല്, നല്ല ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാല്, നല്ല സിനിമ കണ്ടാല്, നല്ല ഡ്രസ് ഇട്ടാല്, 4 ആളോട് നല്ലത് 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 പറയുന്ന പോലെ RCMലെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കിട്ടിയ അനുഭവം, അത് ഉപയോഗിച്ച് കിട്ടിയ സന്തോഷം ഷെയർ ചെയ്യൂ. അതിനുള്ള വേദിയാണ് ഹോം മീറ്റിംഗ്. ആരും വന്നില്ലെങ്കിലും വേണ്ടില്ല, വീട്ടിൽ ഉപയോഗിക്കുന്ന ആ വ്യക്തികൾ അറിയട്ടെ. രാത്രിയാണെങ്കിൽ രാത്രി ചെന്ന് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ എന്റെ ടീമിൽ നടക്കുന്ന ഹോം മീറ്റിങ്ങുകളൊക്കെ രാത്രിയാ. ഇപ്പൊ മറ്റന്നാള് ഒരു ഹൈജീൻ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഇവിടെയൊന്നും അല്ലാട്ടോ, എറണാകുളത്താണ്, ഇൻഫോ പാർക്കിന്റെ അടുത്താണ്. അത് കൊടുക്കാൻ പോകുന്നത് രാത്രി 8 മണിക്കാണ് അവിടെ ഒരു ഹോസ്റ്റലില്. അവരുടെ സമയം അപ്പോഴേ അവരവിടെ എത്തുള്ളൂ. ആ സമയത്ത് പോയിട്ട് നമ്മൾ കൊടുക്കണം. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അനവധി ഇല്ലേ? ഉപയോഗിച്ചിരുന്ന പാഡുകളുടെ ബുദ്ധിമുട്ട്, ഇന്റിമേറ്റ് ഏരിയയിലുള്ള വിഷമങ്ങള്, സങ്കടങ്ങള്, ശരിയല്ലാത്ത ഇന്നറുകൾ ഉപയോഗിച്ചിട്ടുണ്ടായ പ്രശ്നങ്ങള്, ഇതാരേക്കാൾ ഭംഗിയായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാ? ഈ ദുരിതങ്ങൾ മൊത്തം അനുഭവിച്ചൊരു വ്യക്തിത്വമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞു കൊടുക്കാൻ കിട്ടുന്ന അവസരങ്ങള്, അപ്പൊ അതിനുള്ള അവസരങ്ങളാണ് നമുക്ക് ഹോം മീറ്റിങ്ങുകള്. ഒരു പലചരക്ക് കടക്കാരനും ഒരു വീട്ടിലും ചെന്ന് മുളകിന്റെയും മഞ്ഞളിന്റെയും ഉപ്പിന്റെയും ഗുണങ്ങളൊന്നും പറഞ്ഞു കൊടുത്ത് ക്ലാസ് എടുത്തിട്ടില്ല. നമ്മൾ ഇന്നത്തെ വരെ 50 വയസ്സ് എനിക്ക് കഴിഞ്ഞു, 46 വയസ്സിൽ RCM കയ്യിൽ കിട്ടി. എന്റെ അമ്മയ്ക്ക് വയസ്സ് 78ആയി. എന്റെ അമ്മയും പറഞ്ഞു കേട്ടിട്ടില്ല, അടിയ മോളെ പലചരക്ക് കടക്കാരൻ വന്നിട്ട് അത് മഞ്ഞളിൽ ഇന്നതൊക്കെ ഉണ്ട്, മുളകിൽ ഇന്നതുണ്ട്, നീ ഉപയോഗിക്കുന്ന പേസ്റ്റിൽ ഇന്നതുണ്ട്, ഇന്ന പോലെ ഉപയോഗിക്കൂ എന്ന് ഒരാളും ഒരു ക്ലാസ്സും എടുത്തു തന്നിട്ടില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് എന്റെ മെന്ററും ഗുരുനാഥനുമായ സ്റ്റാർ എമറാൾഡ് സജീവ് കുമാർ സാറും പലചരക്ക് കട നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ കടയിലുണ്ടല്ലോ, കസ്റ്റമേഴ്സിന്റെ ഒരു വീട്ടിലും പോയിട്ട് അദ്ദേഹം ഉപ്പും മല്ലിയും മുളകും എങ്ങനെ ഇടണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഒരുത്തിനും പോയിട്ട് ഇങ്ങനെ കക്കൂസ് കഴുകണമെന്ന് എന്റെ മെന്റർ പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ റൂബി ഗിരീഷ് സാറ് അദ്ദേഹത്തിന് കൊടുത്ത ക്ലാസ്സുകളിലൂടെ പലചരക്ക് കട പൂട്ടുന്ന സമയത്ത് വന്നിരുന്ന് 2 മണിക്കൂർ, 2.5 മണിക്കൂർ, 3 മണിക്കൂർ കാത്തിരുന്ന് ആ കട പൂട്ടിയതിന് ശേഷം അവർക്ക് പറഞ്ഞു കൊടുത്തു. ആ പറഞ്ഞു കൊടുത്ത കേൾക്കാനിരുന്നവരാണ് ഇന്നത്തെ സ്റ്റാർ എമറാൾഡ് സജീവ് കുമാർ സാറും, എമറാൾഡ് ബിജു സാറും, സ്റ്റാർ പേൾ സുരാഗ് സാറും, ഇപ്പോഴും പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വേണുഗോപാലൻ സാറും. ഇന്നും അദ്ദേഹത്തെ കുറിച്ച് ലൈവ് ഫിസിക്കൽ മീറ്റിംഗിൽ ഇന്ന് ബിജു സാറ് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ആ ഒരു ആലോചിച്ച് നോക്കൂ. അങ്ങനെ റൂബി ഗിരീഷ് സാറ് പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തിന്റെ പലചരക്ക് കടയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ലിസ്റ്റ് തന്നവരുടെ പേരിൽ, ഇതൊക്കെ സജീവ് സാർ നിരവധി തവണ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ആ ലിസ്റ്റ് തന്നവരുടെ പേരില് അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? RCM ഉൽപ്പന്നങ്ങൾ കൊടുത്തയച്ചു തുടങ്ങി. ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് അതിന്റെ ഗുണം മനസ്സിലാക്കിയ ജനങ്ങൾ അടുത്ത ലിസ്റ്റില് സജീവ് കുമാർ സാറിന്റെ പലചരക്ക് കടയുടെ ലിസ്റ്റിൽ എഴുതി RCM പേസ്റ്റ്, RCM ഉപ്പ്, RCM ആട്ട, RCM സോപ്പ് എന്ന് ബില്ലിട്ട് തുടങ്ങി. പതിയെ ആ യാത്ര ഇന്ന് അദ്ദേഹത്തെ സ്റ്റാർ എമറാൾഡ് പദവിയിലേക്ക് എത്തിച്ചു. അതൊരു ഹോം മീറ്റിംഗിന്റെ ഗുണല്ലേ? നിരന്തരമായി ഗിരീഷ് സാർ കൊടുത്ത ക്ലാസിന്റെ ഗുണമല്ലേ? നമ്മുടെ ഗുരുനാഥന്മാരോട് ഹൃദയം കൊണ്ട് നമിക്ക്. അപ്പോ ആ സ്റ്റാർ എമറാൾഡ് പദവിയിലേക്ക് എത്തിക്കുക മാത്രല്ല, ഒപ്പം സ്വന്തം കൂട്ടുകാരനായ ബിജു സാറിലൂടെ RCM ഷോപ്പ് നന്മ എന്ന പേരിൽ കൊമ്പടിഞ്ഞാമാക്കൽ എന്ന കൊച്ചു ഗ്രാമത്തിൽ ആരംഭം കുറിച്ച് ഇന്ന് അദ്ദേഹവും എമറാൾഡായി എത്തി നിൽക്കുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ പുറകിലെ രഹസ്യം ഹോം മീറ്റിംഗ്. നമ്മൾ രാമനെ വിളിക്കണ പോലെ, ക്രൈസ്റ്റിനെ വിളിക്കണ പോലെ, മുഹമ്മദിനെ വിളിക്കണ പോലെ ഇത് തന്നെ ശരണം. ഹോം മീറ്റിംഗ്. ഇത് മാത്രമേയുള്ളൂ ജീവിതം മുന്നോട്ട് നീങ്ങണമെങ്കിലും, നമ്മുടെ ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെങ്കിലും, ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകണമെങ്കിലും, നമുക്ക് വിജയിക്കണമെങ്കിലും, മറ്റുള്ളവരുടെ മുൻപില്, 4 ആളുടെ മുൻപില് തന്റെ ഇടത്തോടു കൂടി നമുക്കൊന്ന് നീണ്ടു നിവർന്ന് നിൽക്കാൻ, ഒരാളുടെ മുൻപിലും എരക്കാതെ ജീവിക്കാൻ, അൺലിമിറ്റഡ് ഹാപ്പിനെസ്സിലേക്കും സെക്യൂരിറ്റിയിലേക്കും പോകാൻ ഒരൊറ്റ പണി ചെയ്യുക, ഹോം മീറ്റിംഗ്. RCM സിസ്റ്റത്തിൽ ഉറച്ചു നിൽക്കാനും വിജയിക്കാനും ഹോം മീറ്റിംഗ് എടുക്കുക. ബോർഡ് സെറ്റ് ചെയ്ത് അത്യാവശ്യ നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾ ഒരുക്കി വെച്ച്
തുറന്ന മനസ്സോടെ സംസാരിക്കാൻ തയ്യാറാവണം. അവർക്കിടയിൽ ഒരാളായി നമ്മൾ മാറണം. ഒരു ജാടയും വേണ്ട. കുടുംബത്ത് കൂട്ടാൻ വെക്കുമ്പോ വല്ല ജാട കാണിക്കാറുണ്ടോ? മുളകിടുമ്പോഴും മല്ലിടുമ്പോഴും ഉപ്പിടുമ്പോഴും നമ്മൾ ജാട കാണിക്കാറില്ലല്ലോ. സോപ്പെടുത്ത് തേക്കുമ്പോ ജാട ഉണ്ടോ? ഒരു ജാടയില്ല. മേത്ത ചളി പോണം, അതിന് ഇത്തിരി മണവും വേണം, അത്രേ ഉള്ളൂ. അപ്പൊ ഒരു ജാടയില്ലാണ്ട് ഒരു പത്രാസം കാണിക്കാതെ ആ ഹോം മീറ്റിംഗില് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പഠിക്കണം. അവരുടെ മനസ്സിന്റെ രേഖയിലേക്ക് നമുക്ക് കടക്കാൻ പറ്റണം. തുടക്കത്തിൽ പറ്റില്ല. അതിനെന്ത് ചെയ്യണം? അവര് പോകുന്ന ലീഡേഴ്സിന്റെ കൂടെ യാത്ര ചെയ്യുക, അവരുടെ സംസാരം കോപ്പി അടിക്കുക, അവരുടെ ബോഡി ലാംഗ്വേജ് കോപ്പി അടിക്കുക, അവരുടെ സമർപ്പണം കോപ്പി അടിക്കുക. ഞാൻ ഉറച്ച തീരുമാനത്തിലാ എന്റെ മെന്ററും ഗുരുനാഥനുമായ സജീവ് സാറിനെ കോപ്പി അടിക്കുക. അദ്ദേഹം കാണിക്കുന്നതൊക്കെ ഞാൻ വീട്ടിൽ വന്ന് ആക്ഷൻ ചെയ്യും. ഒന്നും എനിക്ക് കിട്ടില്ല, എന്നാൽ അതിന്റെ ഒരു അംശമെങ്കിലും ചെയ്യാൻ ഞാൻ പഠിക്കുകയാണ്. ഏതൊരു സ്ഥലത്ത് കോപ്പി അടിച്ചാലും പിടിച്ച് പുറത്താക്കും. സ്കൂളിൽ പോയി കോപ്പി അടിച്ചാൽ പരീക്ഷന്ന് പുറത്താക്കും, ട്രാൻസ്ഫർ കിട്ടും. പക്ഷെ RCM കോപ്പി അടിച്ചോ നമ്മൾ രക്ഷപ്പെടും. അപ്പൊ RCM നമ്മുടെ ലീഡേഴ്സിനെ കോപ്പി അടിക്കാൻ നമ്മൾ പഠിക്കുക. RCM പ്രൊഡക്റ്റുകളെ കുറിച്ച് സംസാരിക്കുമ്പോ സംസാരിക്കുന്ന വ്യക്തിക്കും കേട്ടിരിക്കുന്ന വ്യക്തിക്കും കുളിര് വരണം. കുളിര് അത് വരും, അറിയാതെ കുളിര് വരും. അതെന്റെ അനുഭവത്തിലൂടെയാണ് ഞാനിത് പറയുന്നത്. നിരവധി ഹോം മീറ്റിങ്ങുകൾ എന്റെ ലീഡേഴ്സിനൊപ്പം ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഞാനത് ചെയ്യുന്നുണ്ട്. ധാരാളം ഹോം മീറ്റിങ്ങുകൾ കൊടുക്കാനുള്ള അവസരങ്ങൾ എന്റെ ഭാഗ്യ മേഡവും സുന്ദരൻ സാറും എന്റെ സജീവ് സാറും മറ്റു ഗുരുനാഥന്മാരും ഒക്കെ എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ജനുവരി 22 ഗണേശമംഗലം പടിഞ്ഞാറ് ഭാഗം എന്റെ ഭാഗമാണ്. ആ ഭാഗത്തൊരു ഷീജ മേഡം പുതുതായി വന്നിട്ടേ ഉള്ളൂ. അവരുടെ വീട്ടിൽ ഒരു ഹോം ഷോപ്പ് ഉദ്ഘാടനത്തിന് എന്റെ ഗുരുനാഥൻ നമ്മുടെ സുന്ദരൻ സാറും എന്റെ ലീഡർ ഭാഗ്യ മേഡവും കൂടി എന്നെയാണ് അവിടെ നിയോഗിച്ചത്. അവിടേക്ക് പോയി അവിടെ ചെന്നപ്പോ വളരെ മനോഹരമായിട്ട് മേശപ്പുറത്ത്, നേരത്തെ സജീവ് സാറ് നമ്മുടെ ഗിരീഷ് സാറ് കാണിച്ചു തരാറുണ്ട്, വലിയ എന്താ പറയാ റാക്കൊക്കെ പണിത്. അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാനും പറ്റിയില്ലെങ്കിലും നമ്മുടെ മേശപ്പുറത്ത് ഒരുക്കി വെക്കാം. അങ്ങനത്തെ ഒത്തിരി വീഡിയോസ് ഒത്തിരി ക്ലാസ്സുകളിലും സ്റ്റാർ ആൻഡ് അബോവ് മീറ്റിങ്ങുകളിലും മറ്റ് കോമൺ പ്രോഗ്രാമുകളിലും ഹോൾ പ്രോഗ്രാമിലും ഒക്കെ നമ്മുടെ ഗിരീഷ് സാർ കാണിച്ചു തരാറുണ്ട്. മേശപ്പുറത്ത് അതിമനോഹരമായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ഹോം ഷോപ്പ്. കയറി ചെന്നപ്പോ തന്നെ എന്താ ഭംഗിന്നറിയോ? ലീഡർക്ക് കുടിക്കാൻ ഒരു ഷീജ മേഡം അങ്ങനെ ചെയ്യാനുണ്ടായ കാരണം എന്താ? അവരുടെ ലീഡറായ ബിന്ദു മണികണ്ഠൻ മാഡം, അവരവിടെ ഉള്ളത് തന്നെയാണ്. ആ ബിന്ദു മണികണ്ഠൻ മാഡം RCM പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ അവർ ഷെയർ ചെയ്യാണ്. അങ്ങനെ ഷെയർ ചെയ്തപ്പോ ഷീജ മേഡത്തിനും കുറച്ച് പ്രൊഡക്റ്റ് കൊടുക്കുന്നു. ഷീജ മേഡവും ആ അനുഭവങ്ങളിലൂടെ വന്ന് അവർക്കും ചെറിയ രീതിയിൽ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തപ്പോ സന്തോഷം കിട്ടുന്നു. അവർക്കും അതിലൂടെ കൂടി വരുമാനം കിട്ടുന്നു. അവർക്കും തോന്നി ഞാനും ഇത് പലരോടും ഒന്ന് പറയട്ടെ, എന്റെ വീട്ടിലും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്ന് വെച്ചൊരു മുതിർന്ന ലീഡറെ കൊണ്ട് ഒരു ഉദ്ഘാടനം കഴിപ്പിച്ചാൽ അവിടെ പങ്കെടുക്കുന്ന ആൾക്കാർക്കും ഇത് മനസ്സിലാകും, അതിലൂടെ എനിക്കും നല്ലൊരു റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളൊരു ബോധം. ആ ബോധമാണ് ശരിക്കും നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി തരുന്നത്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് കുത്തി വരയ്ക്കാനുള്ള ഒരു ക്യാൻവാസ് അല്ല എന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം. അങ്ങനെയായാല് അത് അലങ്കോലമാകാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല. ധൈര്യത്തോടെ എപ്പോ തിരിഞ്ഞു നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുവോ ആ നിമിഷം നമ്മുടെ നിഴല് പോലും നമ്മളെ തോൽപ്പിക്കാനുണ്ടാകില്ല. നിഴല് പോലും നമ്മളോട് പേടി തോന്നും. കാരണം എന്താ? ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നിധികളാണ് സന്തോഷം, സംതൃപ്തി, സമാധാനം. ഇവ മൂന്നും തരുന്നത് അവനവന്റെ മനസ്സാണ്. പക്ഷെ മനസ്സോ അതിങ്ങനെ കടിഞ്ഞാണില്ലാത്ത കുതിരയുടെ പോലെ ഇങ്ങനെ പാഞ്ഞോണ്ടിരിക്കുക. ആ കടിഞ്ഞാൻ, നമ്മുടെ മനസ്സിന്റെ കടിഞ്ഞാൻ നമ്മുടെ ലീഡറുടെ കയ്യിൽ കൊടുക്കൂ. ആ ലീഡറുടെ കൈകളിൽ ധൈര്യമായിട്ട് കൊടുക്ക്. ജോലി ഉപേക്ഷിച്ചിറങ്ങുമ്പോ 4 വർഷം മുൻപ് 10-15 വർഷത്തോളം ഞാൻ ജോലി ചെയ്ത മേഖലയിൽ നിന്ന് ഞാനത് എന്റെ കുറെ ശാരീരിക പ്രശ്നങ്ങളിലൂടെ എനിക്ക് തുടർന്നു പോവാൻ പറ്റാതെ ഞാനത് ഉപേക്ഷിക്കാൻ തീരുമാനിക്കുമ്പോ ഞാൻ എന്റെ മെന്ററെ വിളിച്ചു, സജീവ് സാറേ ഞാൻ ഉപേക്ഷിക്കട്ടെ ജോലി, എനിക്ക് ഇനി ഒരു അത്താണി ഇല്ലാട്ടോ, ഞാനിത് തീർക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ജോലി ഉപേക്ഷിച്ച് ധൈര്യം
ായിട്ട് ഉപേക്ഷിക്കൂ എന്നല്ല പറഞ്ഞ. ജയശ്രീ മാഡം ജോലി ഉപേക്ഷിച്ചോളൂ, എന്നിട്ട് ആ കൊടുക്കുന്ന സമയം പൂർണ്ണമായും RCM-ൽ സമർപ്പണം ചെയ്താൽ ഏതറ്റം വരെ, എന്റെ കൊക്കിന് ജീവനുള്ള കാലം വരെ ഞാൻ കൂടെ ഉണ്ടായിരിക്കുമെന്ന് 4 വർഷം മുൻപ് എന്റെ മെൻഡർ എനിക്ക് തന്ന വാക്ക് ഇന്നും ഞാൻ ആ കൈ കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഏതൊരു വേദിയിൽ കയറുമ്പോഴും, ഏതൊരു കുഞ്ഞു സ്വാഗതം കിട്ടിയാലും, അദ്ദേഹത്തിനെ വിളിക്കാൻ പറ്റിയില്ലെങ്കിലും ഓൺ ദ സ്പോട്ടിൽ ഞാൻ മെസ്സേജ് അയക്കും, സാറേ ഞാൻ ഇവിടെ കയറാൻ പോവാണ് കേട്ടോ. ഈ ഗുഡ്ഡോട്ടിന്റെ പ്രോഗ്രാമിന് ചെന്നപ്പോ, ഊരകത്ത് ചെന്നപ്പോ തത്സമയമാണ് എനിക്ക് റൂബി ഗിരീഷ് സാർ ഒരു അവസരം തന്നത്. എനിക്ക് സാറിനെ വിളിക്കാൻ പറ്റിയില്ല. അപ്പൊ തന്നെ ഞാൻ മെസ്സേജ് ഇട്ടു. ജിഷ മാഡത്തിനും സജീവ് സാറിനും ഞാൻ മെസ്സേജ് ഇടുന്നു. ആ മെസ്സേജ് ഇടുന്ന സമയത്ത് അതവിടെ കാണും. കണ്ടാലും കണ്ടില്ലെങ്കിലും ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുമ്പോ എന്റെ ഒരു സമർപ്പണം അവിടെ നടന്നു കഴിഞ്ഞു. അത് ആ കരം ഇന്നും എന്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നത്. അപ്പൊ ധൈര്യമായിട്ട് ആ കരം ലീഡറുടെ കൈകളിൽ കൊടുക്കൂ. വിജയം ഉറപ്പ്. സ്വന്തമായൊരു വ്യക്തിത്വം ഇല്ലാതെ ജീവിതയാത്രയിലെല്ലാം പരാജയമായി പോയൊരു വ്യക്തിയായിരുന്നു ഞാൻ. കൂട്ടുകൂടിയവരുടെ ചിന്തയും അവരുടെ ഭാവവും ഉൾക്കൊണ്ട് ഞാൻ അതിനോട് ചേർന്ന് അങ്ങോട്ട് നിന്നുപോയി. പുതിയ കൂട്ടുകൾ എന്താണെന്നോ, പുതിയ ലോകത്ത് കുറെ കാര്യങ്ങൾ ഉണ്ടെന്നോ, മനോഹരമായ ഒരു കെട്ടുറപ്പുള്ള ഒരു ചിട്ട അവിടെ ഉണ്ടെന്നോ ഒന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ RCM നന്മയിൽ എത്തിയപ്പോൾ താങ്ങും തണലുമായി ക്വാളിറ്റിയുള്ള ലീഡേഴ്സിന്റെ കൂടെ സഞ്ചരിച്ചപ്പോൾ അവരിലെ നല്ല ചിന്തകൾ എന്നെ തിരിച്ചറിയാൻ സാധിച്ചു തുടങ്ങി. പ്രൊഡക്റ്റുകളുടെ ഉപയോഗം ജീവിതമാകെ മാറ്റിമറിച്ചു. മനുഷ്യന് ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ ആരോഗ്യം അതിപ്രധാനം. 4 വർഷം മുൻപ് എന്നെ കണ്ടവർക്കറിയാം എന്റെ ഇപ്പോഴത്തെ രൂപം എന്ത്, എന്റെ മുൻപത്തെ രൂപം എന്ത് എന്ന് ഞാൻ തന്നെയല്ലേ അനുഭവസ്ഥ. ഞാൻ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് എനിക്ക് ആരെയും ഒന്നും കാണിക്കാനില്ല. അപ്പൊ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് മരുന്നുകളുടെ കാഠിന്യം കൊണ്ടും പോഷകങ്ങളുടെ കുറവ് കൊണ്ടും വ്യായാമമില്ലാത്തത് കൊണ്ടും ദിനംപ്രതി ആരോഗ്യം നശിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പരിശ്രമിച്ചാലോ പിന്നെ ഇത്ര നാൾ ഇതൊക്കെ തന്നെയല്ലേ എത്തുന്നത്? അടുത്ത ചോദ്യമാണ്, ഇത്ര നാൾ ഇതൊക്കെ തന്നെയല്ലേ എത്തുന്നത്? മൈൻഡ് സെറ്റ് ഫിക്സഡ് ആണ്. സ്വന്തം കീശ വീർപ്പിക്കാൻ ഇടനിലക്കാരും പരസ്യക്കാരെയും മുൻപന്തിയിൽ ഇറക്കി നടത്തുന്ന കുറെ മായാജാലങ്ങൾ നമ്മുടെ ചുറ്റിലുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാതെ ഉപയോഗിച്ചറിഞ്ഞതിന്റെ അനുഭവങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കുന്നതിലൂടെയാണ് RCM-ന്റെ യാത്ര തുടരുന്നത്. RCM-ന്റെ ലക്ഷ്യങ്ങളില് പരമപ്രധാനം ആരോഗ്യ സംരക്ഷണം. സ്വന്തം പ്രൊഡക്റ്റ് ആണ്, നിത്യോപയോഗ സാധനങ്ങളാണ്, താങ്ങാവുന്ന വിലയാണ്, ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ്, വീഗനാണ്, മുഴുവനും സസ്യജന്യമാണ്. സമ്പൂർണ്ണ ആരോഗ്യത്തിന്റെ 5 പില്ലേഴ്സ് ആണ്. 1 ഫുഡ് ശ്രദ്ധിക്കുക, 2 ന്യൂട്രീഷൻ സപ്ലിമെന്റ്, 3 എക്സസൈസ്, 4 സ്ലീപ്പ്, 5 ഇമോഷണൽ വെൽബീയിങ്, അതായത് ശാന്തമായിരിക്കാൻ എത്ര പേർക്ക് പറ്റും? 46 വയസ്സ് വരെ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് ശാന്തമായി ഇരിക്കാൻ, ഒന്ന് മനസ്സിന് സങ്കല്പം ചെയ്യാൻ, ഒരു സ്വപ്നങ്ങള് റൂബി ഗിരീഷ് സാറിനോട് സമർപ്പണം ചെയ്ത് തലകുനിക്കാണ് ആ പാദങ്ങളിൽ. സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. ഫസ്റ്റത്തെ സ്വപ്നം സജീവ് സാർ എഴുതിയപ്പോ 10 സ്വപ്നം എഴുതാൻ പറഞ്ഞത് 8 സ്വപ്നം കടം വീട്ടണം ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് സ്വപ്നം? ഒരു സ്വപ്നവും ഇല്ല. മര്യാദയ്ക്ക് ഒരു ഡ്രസ്സ് ഇടാൻ കഴിയാത്ത ജയശ്രീ വാടാനപ്പള്ളിക്ക് സ്വപ്നോ? ഗംഭീരായി. മഞ്ഞക്കാടിൽ അരി വാങ്ങുന്ന ജയശ്രീക്ക് സ്വപ്നങ്ങളില്ല. അച്ഛൻ മദ്രാസിൽ ഹോട്ടലിൽ ഗ്ലാസ് കഴുകിയിരുന്ന അച്ഛന്റെ മകൾക്ക് സ്വപ്നമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എഴുതി വെക്കണം, സ്വപ്നങ്ങൾ എഴുതി വെക്കണം. പക്ഷെ കൈ വഴങ്ങിയില്ല, മൈൻഡ് വഴങ്ങിയില്ല. വീണ്ടും സജീവ് സാറിന്റെ ക്ലാസ്സുകളിൽ നിരന്തരം പറഞ്ഞു, എഴുതി വെക്കൂ ജയശ്രീ മാഡം. എന്നോട് ഗിരീഷ് സാർ പറഞ്ഞതാണ് സ്വപ്നം എഴുതാൻ. ആ സ്വപ്നമാണ് എന്നെ പലചരക്ക് കടയിൽ നിന്ന് ഇന്ന് ഈ ലെവലിലേക്ക് എത്തിച്ചത്. എഴുതി വെക്കൂ. നിർബന്ധപൂർവം ത്രിദിന കോഴ്സിൽ പിറ്റേ ദിവസം ചെന്നാലേ എണീപ്പിച്ച് നിർത്തുമെന്ന പേടി കൊണ്ടാണ് 8 തരത്തിൽ കടം വീട്ടണമെന്ന് എഴുതിയത്. അപ്പൊ പറഞ്ഞു, ഇത് ചെയ്യരുത്, ഇതല്ല വേണ്ടത്, നല്ല നല്ല സ്വപ്നങ്ങൾ എഴുതാൻ പറഞ്ഞു. ഇപ്പൊ 2 സ്വപ്നങ്ങൾ അങ്ങനെയാണ് സ്വപ്നം എഴുതിയതിൽ. ആദ്യത്തെ സ്വപ്നമാണ് ഒരു എൻഫീൽഡ് വണ്ടി സ്വന്തമാക്കിയിട്ട് അതും എനിക്ക് ലോകം കറങ്ങണം. അപ്പൊ എന്നോട് ഫസ്റ്റിലേ പറഞ്ഞിട്ടുണ്ട്, ആ വണ്ടി വാങ്ങുമ്പോ ആദ്യം തന്നെ എന്നെ കയറ്റണം ജയമ്മ എന്നാണ് എന്നെ ഗീതാ മാഡം വിളിക്കാറ്. എന്നെ കയറ്റണം, എന്നിട്ട് വേണം എനിക്കൊരു കൂളിംഗ് ഗ്ലാസ്, കണ്ണാടയും ഒരു ജീൻസ് പാന്റും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് എനിക്ക് ജയശ്രീ മാഡത്തിന്റെ പുറകിൽ ഇരുന്നിട്ട് ടാറ്റ പറഞ്ഞിട്ട് പോണെന്ന്.
റെഡി. അത് 2026 ജൂൺ മാസം ആകുമ്പോഴേക്ക് ഞാൻ വാങ്ങുമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. പിന്നത്തെ ഒരു സ്വപ്നമായിരുന്നു താറ് ജീപ്പ്. അതും ഈ 2026 തീരുന്നതിനുള്ളിൽ വാങ്ങിയിരിക്കും. അങ്ങനെ പഠിപ്പിച്ചു. മൂന്നാമത്തെ സ്വപ്നം ഒന്നും കൂടി 2 മാസം മുന്നേ എഴുതി വെച്ചതാ. അതിപ്പോ പെട്ടെന്ന് തന്നെ എനിക്ക് ദാസൻ സാറിന്റെ മുൻപിൽ ഒന്ന് പറയാൻ പറ്റി. ഇവിടെ ചേറ്റുവ ബാബാസിൽ ട്രെയിനിങ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ സ്വപ്നങ്ങൾ വായിപ്പിച്ചു ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച. അപ്പൊ ദാസൻ സാറിന് അറിയാം എന്റെ സ്വപ്നം എന്താന്ന്. ജയശ്രീ മാഡത്തിന്റെ സ്വപ്നം ഞങ്ങൾക്ക് അറിയാം. അത് ഇനി ഇവിടെ പറയണ്ടാന്ന് പറഞ്ഞു. ഞാൻ നല്ല ദാസൻ സാറ്, ഗിരീഷ് സാറ് പറഞ്ഞ് സജീവ് സാറ് പറഞ്ഞ് എനിക്കൊരു പുതിയ സ്വപ്നം കൂടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ? ഈ ലോകത്ത് ജയശ്രീ മാഡം എമ്പാടും ആഘോഷിക്കുന്നുണ്ട്. അതുപോലെ ജയശ്രീ വാടനപ്പള്ളിയുടെ ജന്മദിനം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ആഘോഷിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തണം എന്ന് ഞാൻ അങ്ങോട്ട് എഴുതിയ വെച്ചു. എന്നെ ആരെങ്കിലും തൂക്കിക്കൊല്ലൂ? ആ സ്വപ്നത്തിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് നാളെ പറ്റും. കാരണം ഡയറക്റ്റ് മാർക്കറ്റിംഗ് സർക്കാരിന്റെ നയമാധിഷ്ഠിതമായ ഒരു കമ്പനിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ടാഗൊക്കെ നാളെ സർക്കാരിന്റെ ടാഗായി മാറും. 25 വർഷം പിന്നിട്ട നമ്മളെ വെല്ലാൻ ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗും ഇന്ന് വന്നിട്ടില്ല, ഇനി വരാനും പോണില്ല. അവര് വരുമ്പോ അപ്പോഴും നമ്മൾ വീണ്ടും അടുത്ത 25 വർഷത്തിലേക്ക് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കും. പറയില്ലേ അമ്മമാര്, എന്തായാലും 10 ഓണം കൂടുതൽ ഞാൻ തന്നെ അടി മോളെ ഉണ്ട് എന്ന് പറയും. എന്ന പോലെ അന്നും 10 ഓണം ഉണ്ടതിന്റെ പവർ RCM സിസ്റ്റത്തിന് തന്നെയാണ്. അപ്പോ CRN മൂർത്തി സാറൊക്കെ മന്ത്രിസഭയിൽ വരും. അപ്പൊ എന്തേ നമുക്കൊക്കെ അവിടെ വരില്ലേ? ഒരു സ്ഥാനം കിട്ടില്ലേ? അങ്ങനെ സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളും കലണ്ടറിൽ എത്തില്ലേ? അവിടെ പേര് വരും കലണ്ടറിന്റെ ഉള്ളിൽ. അംബേദ്കർ ജന്മദിനം എന്നൊക്കെ എഴുതണ മാതിരി, രാഷ്ട്രപിതാവിന്റെ ജന്മദിനം എന്നൊക്കെ എഴുതണ മാതിരി CRN മൂർത്തി സാറിന്റെയും റൂബി ഗിരീഷ് സാറിന്റെയും സ്റ്റാർ എമറാൾഡ് സജീവ് സാറിന്റെയും അതിനപ്പുറത്തുള്ള അതിമനോഹരമായ ലീഡേഴ്സ് ഉണ്ട് അല്ലെ? അവരുടെയൊക്കെ ജന്മദിനം ആഘോഷിക്കുന്ന കൂടുതൽ നമുക്കും വന്നൂടെ? സ്വപ്നങ്ങള്, നല്ല വിഷൻ, ആ വിഷൻ കാണാൻ പഠിപ്പിച്ച ലീഡേഴ്സിന്റെ കരം പിടിച്ച് യാത്ര ചെയ്യുക. അങ്ങനെ രാവിലെ നമ്മൾ ഉണരുന്നു, പ്രപഞ്ച ശക്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഉണരുക. കാരണം ഇന്ന് ഉറങ്ങാൻ കിടന്നവരില് നാളെ എണീക്കുന്ന ഒരുറപ്പുമില്ല. 20,000 പേര് പുലരി കാണാനില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുമ്പോ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് മാറ്റണം. അതിനാദ്യം തന്നെ 2 തരം പേസ്റ്റ് ഉണ്ട്. അതിലൊന്ന് 8 ആയുർവേദ ചേരുവകൾ അടങ്ങിയ നമ്മുടെ പല്ലുവേദന, പല്ലുപുളിപ്പ്, മോണപഴുപ്പ്, ഗം ബ്ലീഡിങ് ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ പേസ്റ്റ് ഉണ്ട്. ഈ പേസ്റ്റില് പുതിന, കറുവപ്പട്ട, ഗ്രാമ്പു, അഗാർക്കര സത്ത്, ഓർഗാനിക് വാൾനട്ട്, കർപ്പൂരം, മെന്തോള്, സ്ഫടികക്കാരം ഇതൊക്കെയുള്ള പേസ്റ്റ് ആണ്. പല്ലുവേദന, പല്ലുപുളിപ്പ്, മോണപഴുപ്പ്, ഗം ബ്ലീഡിങ്, വായനാറ്റം ഇതിനൊക്കെ അത്യുത്തമമാണ്. ഇത് ഞാൻ തന്നെയാണ് ഇതിന്റെ അനുഭവസ്ഥ. വല്ലാണ്ട് പല്ലുവേദന ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പഞ്ഞെടുത്തിട്ട് അതൊന്ന് നനച്ച് പിഴിഞ്ഞ് വെള്ളം കളഞ്ഞ് നമ്മുടെ ഈ പേസ്റ്റ് ഉപയോഗിച്ച് ഒന്ന് കടിച്ചു പിടിച്ചാല് ആ പല്ലുമലത്തെ ഒരു വെള്ളമൊക്കെ പോയി കിട്ടിയാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിന് മാറിക്കിട്ടും. സെൻസോഡൈൻ പേസ്റ്റിനൊക്കെ എന്താ വിലാന്ന് ഞാൻ പറയണില്ല. ഹോം മീറ്റിംഗിൽ ഇതൊക്കെ പറഞ്ഞാൽ മതിയെന്നേ. അവനവന്റെ അനുഭവങ്ങൾ പറയുക. ഒരു 10 രൂപയുടെ പേസ്റ്റ് കൊടുക്കും നിങ്ങള്. സാമ്പിൾ പാക്കറ്റ് ഉണ്ട്, 10 രൂപ പോയിക്കോട്ടെ. എന്നിട്ട് കൊടുത്ത് അത് മനസ്സിലാക്കാനായിട്ട് പരിശ്രമം ചെയ്യുക. അതുപോലെ നമ്മൾ കൈകൊണ്ട് തൊടണം കേട്ടോ, അല്ലാണ്ടൊന്നും നടക്കില്ല. ഫീൽ ചെയ്യണം. പിന്നെ വരുന്നതാണ് ഹെർബൽ പേസ്റ്റ്. ആര്യവേപ്പിന്റെയും ഗ്രാമ്പുവിന്റെയും സത്തടങ്ങിയ ഹെർബൽ പേസ്റ്റ്. ഇതും പറയാ, ഈ പേസ്റ്റ് രാത്രി ഉപയോഗിക്കും, ഈ പേസ്റ്റ് മോർണിംഗിൽ ഒന്ന് ഫ്രഷ്നെസ്സിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഏറ്റവും സുന്ദരമായി നമുക്ക് മുന്നോട്ട്. അപ്പൊ ജീവിതം തുടങ്ങുന്നത് പേസ്റ്റിനാ. രാവിലെ ആരംഭിക്കുമ്പോ അല്ലെ? സജീവ് സാർ ചോദിക്കും, ഇന്ന് പല്ലേച്ചു, ഇനിയിപ്പോ നാളെ പല്ലേക്കേണ്ട ആവശ്യമുണ്ടാ? എന്നും പല്ലേക്കണ്ടേ? നമുക്ക് തീർച്ചയായിട്ടും പല്ലേക്കണം. ഉറപ്പായി 46 വയസ്സ് വരെ എന്തൊക്കെ പേസ്റ്റ് കൊണ്ട് പല്ല് തേച്ചു എന്നിട്ട് ഒരു ഗുണം എന്റെ കുടുംബത്തേക്ക് കിട്ടില്ല. എന്റെ പല്ല് മൊത്തം പോയി. പല്ലുപുളിപ്പും മോണപഴുപ്പായിട്ട് പല്ലൊന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി. ഒരു ചായ കുടിക്കാൻ പറ്റില്ല. ഒരു സദ്യക്ക് പോയ ഭക്ഷണം കഴിച്ചാൽ വായ കഴുകണ പരിപാടി ഇല്ല. അത് വീട്ടിൽ വന്നിട്ടാ. കാരണം വായ കഴുകുമ്പോ നവരസങ്ങളൊക്കെ മുഖത്ത് വരും. പച്ചവെള്ളം ഒന്നും തൊടാൻ പറ്റില്ല. ആ അവസ്ഥയെന്നൊക്കെ മാറിയത് ഈ പേസ്റ്റിന്റെ ഗുണം കൊണ്ടാണ്. ഇനി പേസ്റ്റ് ഇല്ലേ? പേസ്റ്റ് ഇഷ്ടല്ലേ? ഇതേണ്ട് നമ്മുടെ പൽപ്പൊടി അതിമനോഹര. പണ്ടൊക്കെ മാവിന്റെ ഇല കൊണ്ടും കരിക്കട്ടയിൽ ഉപ്പ് ചേർത്തിട്ടൊക്കെയാണ് പല്ല് തേച്ചിരുന്നത്. ഇന്നിപ്പോ അതിനൊന്നും നേരമില്ല. വേപ്പ്, കുരുമുളക്, തിപ്പലി തുടങ്ങി 22ഓളം ചേരുവകൾ അടങ്ങിയതാണ് ഈ ഒരു ദന്തമഞ്ചൻ. പല്ലിൽ ഇത്തള് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൈയിന്റെ വിരൽ കൊണ്ട് തേച്ച് പിടിപ്പിച്ച് അല്പസമയം കഴിഞ്ഞ് നമ്മുടെ തന്നെ ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കാം. പല്ലിന്റെ പുളിപ്പ് കൂടുതലുണ്ടെങ്കിലും ഈ പൽപ്പൊടി ഉപയോഗിച്ചോളൂ, നല്ല റിസൾട്ടാണ്. അതുപോലെ പല്ല് തേപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് കുളിക്കും. ഞാൻ എന്റെ ചിട്ടിയാണ് കേട്ടോ പറഞ്ഞത്. പല്ലേപ്പ് കഴിഞ്ഞാൽ കുളിക്കുക. എല്ലാവരും ഇപ്പൊ കുളിച്ചിട്ടൊന്നും ആവില്ല, നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. എന്നാലും കുളിക്കണല്ലോ. പല്ല് തേച്ചിട്ട് കുളിച്ചാലും പല്ല് തേക്കുന്നതിന് മുന്നേ കുളിച്ചാലും ദിവസത്തിൽ എന്തായാലും കുളിക്കണം. അപ്പൊ കുളിക്കുക അല്ലെങ്കിൽ ചായ കുടിക്കുക, ഏതെങ്കിലും ഒരു കാര്യം ആദ്യം ചെയ്യും. അപ്പൊ നമുക്ക് എന്തായാലും കുളിക്കാം.
ധാരാളം സോപ്പുകൾ നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. എല്ലാം 76% TFM, അതായത് സസ്യ എണ്ണയിൽ ഉണ്ടാക്കിയ സോപ്പാ. അതിൽ ഏറ്റവും പെർഫെക്റ്റ് ആണ് ഈ സോപ്പ്, സെൻസേഷൻ സോപ്പ്. ഒന്നും പറയാനില്ല. പ്രസവിച്ച് വീണ കുഞ്ഞിനെ വരെ കുളിപ്പിക്കാൻ പറ്റിയ, പാലും വൈറ്റമിനും അടങ്ങിയ അതിമനോഹരമായ സോപ്പ്. അവസാനത്തെ തേയ വരെ ഉപയോഗിക്കാം. ഇതിനും അനുഭവസ്ഥ ഞാനാ. KZ എന്ന് പറയുന്ന 70 ഗ്രാമിന്റെ സോപ്പ് 150 രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. കാരണം എനിക്ക് എന്നും ചൊറിച്ചില്ല, ഈ കഴുത്തിലൊക്കെ നന്നായി ചൊറിച്ചിലുണ്ടായിരുന്നു. ഏത് സോപ്പ് ഉപയോഗിച്ചാലും പറ്റില്ല. ലാസ്റ്റ് ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു മെഡിക്കൽസിൽ പോയിട്ട് ഒരു ഡോക്ടർ, സ്കിന്നിന്റെ ഡോക്ടർ, റോഷ് മെഡിക്കൽസിൽ ഒരു ഡോക്ടർ ഉണ്ട്, അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹം എഴുതിയ സോപ്പാണ് ഈ പറയുന്നത്. ഭഗവാനെ 150 റുപ്യ സോപ്പിന്റെ വില. നമ്മൾ ഇങ്ങനെ ഒരു പുരാണത്തിൽ കേട്ടിട്ടുണ്ട്, ഭഗവാൻ ശ്രീരാമസ്വാമി ആ ലങ്കയുടെ ഇങ്ങനെ പാലം പണിയുന്ന സമയത്ത് അണ്ണാറക്കണ്ണൻ അവന് പറ്റുന്ന പോലെ മണ്ണൊക്കെ ഉരുണ്ടിട്ട് ആ പാലത്തുമ്പോ കൊണ്ടുവന്നിട്ടപ്പോ ഭഗവാൻ സന്തോഷം കൊണ്ട് ഇങ്ങനെ 3 വര വരച്ചത് അത്ര അണ്ണാറക്കണ്ണന്റെ മേത്തുള്ള വര. അതുപോലെ ബാത്റൂമിൽ വെച്ചിട്ട് ഞാൻ ഈ സോപ്പ് ഈ വിരലുകൊണ്ട് 3 വര വരയ്ക്കും, എന്നിട്ടൊന്ന് തേക്കും. 3 വര. അപ്പൊ 2-2.5 മാസം കൊണ്ട് തേച്ച് തീർക്കാനേ പറ്റുള്ളൂ. ഗതിയില്ല. ഇന്ന് നമുക്ക് വെറും 50 രൂപ MRPക്ക്, 50 രൂപ ഇല്ല, ഇപ്പൊ അതിലും കുറഞ്ഞു, ഈ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുക. ഏത് പ്രസവിച്ച് വീണ കൊച്ചു കുഞ്ഞിന് വരെ നമുക്ക് കൊടുക്കാം. ഇനിയുള്ളത് എന്താ? ചായ കുടിക്കാം. വേണമെങ്കിൽ ചായ കുടിക്കുക, ഇല്ലെങ്കിൽ ഒന്നുകിൽ നമ്മുടെ ആവശ്യം ചായ കുടിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കണ്ട. കാരണം എന്താ? ചായപ്പൊടിയിലൊക്കെ ഇഷ്ടംപോലെ മായം, ഡ്രൈഡ് ബ്ലഡ് പൗഡറും അങ്ങനെ പല കാര്യങ്ങളും, അതിലേക്ക് കടക്കുന്നില്ല. ഒന്ന് തരി കൂടുതലുള്ള ചുവന്ന പാക്കറ്റിലുള്ള എലൈറ്റ് ചായപ്പൊടി, തരി കുറവുള്ള പച്ച പാക്കറ്റിലുള്ള പോപ്പുലർ ചായപ്പൊടി. ഇന്ന് ഏറ്റവും കൂടുതൽ മായം ചേർന്ന് വരുന്ന ഉൽപ്പന്നങ്ങളില് 1-ാം സ്ഥാനം ചായപ്പൊടിക്കാണ്. മായം കലർന്ന ചായപ്പൊടികളുടെ ഉപയോഗത്തിലൂടെ ദഹന പ്രശ്നങ്ങൾ, നെഞ്ചരിച്ചില്, പുളിച്ചത് കെട്ടലൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്താണ് ചായ എന്നറിയണമെങ്കിൽ RCMന്റെ ചായ കുടിക്കണം. അങ്ങനെയാണ് ഗീതാ മാഡം RCMലേക്ക് വന്നത്. കാരണം ഞങ്ങൾ രാത്രി നേരത്തെ ചാക്കും കൊണ്ട് ചെന്നപ്പോ ഈ ചായപ്പൊടി കണ്ടപ്പോ അവരെ മകള് പറഞ്ഞു, ഇത് ബെസ്റ്റ് ചായപ്പൊടിയാണ്, അവർ അച്ഛൻ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്, അമ്മ ഇത് വാങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ചായകൾ നമ്മുടെ കയ്യിലുണ്ട്. ആസാം ചായയാണ്. ഒരേ ദിവസം തന്നെ മഴയും മഞ്ഞും വെയിലും ഒക്കെ കൊണ്ട് വളരുന്ന ചായ ആയതുകൊണ്ട് ഇമ്മ്യൂണിറ്റി പവർ നന്നായിട്ടുണ്ട്. അപ്പൊ 250ന്റെയും 500ന്റെയും പാക്കറ്റിലുണ്ട്. 10 രൂപയുടെ ഈ ചായപ്പൊടിയുടെ സാക്ഷാ പാക്കറ്റും, പോപ്പുലറിന്റെ 10 രൂപയുടെ. ഇതൊക്കെ ബാഗിലിട്ട് കൊണ്ടുപോവാനേ, അതിനൊന്നും കാശ് പിറങ്ങരുത്. കൊടുക്ക്, സൗജന്യമായിട്ട് കൊടുക്ക്. എന്നിട്ട് അവരെ നമ്പർ വാങ്ങിച്ചിട്ട് അവരോട് ചോദിക്കുക. ഇന്ന് രാവിലെ കണ്ട് പേസ്റ്റ് കൊടുത്ത ആളോട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പല്ല് ചൂന്ന് വിളിച്ച് ചോദിക്കരുതിട്ട്, അത് പണി പാളും. ഒരു ദിവസമെങ്കിലും അവർക്ക് ഗ്യാപ്പ് കൊടുക്കണം. പിറ്റേ ദിവസമല്ലേ അവർ പല്ലേക്കുള്ളൂ. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മൾ എത്തണം. അതുപോലെ ആട്ടാല, ഇനി വിശപ്പിന് എന്തെങ്കിലും വേണ്ടേ? തിന്നണ്ടേ നമുക്ക്? അതിനാണ് ഈ ജീവിക്കുന്നത് മുഴുവനും, കാശ് ഉണ്ടാക്കുന്നത് മുഴുവനും ഈ തിന്നാൻ വേണ്ടിയിട്ടാ, കഷ്ടപ്പെടുന്നത് മുഴുവനും തിന്നാൻ വേണ്ടിയിട്ടാ. അതിനു വേണ്ടി മാത്രമാണ് ജീവിതം. അപ്പൊ വിശപ്പിന് കഴിക്കണം. 8 തവണ കഴുകി 16 മണിക്കൂർ ഈർപ്പം നിലനിർത്തി ചക്കിലരച്ച്. ഞാൻ പോയി കണ്ടതാണ്. 78 വയസ്സായ എന്റെ അമ്മേനെയും കൊണ്ടുപോയിട്ടുണ്ട് ഇതൊക്കെ കണ്ടതൊന്ന് ആലോചിച്ച് നോക്കൂ. കമ്പനി നേരിൽ പോയി കണ്ട് ഇതിന്റെ പ്രോസസ്സിങ് മൊത്തം കണ്ടതാ. ആ മടക്കുകളിലെ അഴുക്ക് പോലും നീക്കം ചെയ്ത് അതിമനോഹരമായ പ്രോസസ്സിങ്ങും ചെയ്ത് സൂപ്പർ ആട്ട ഇല്ലേ? നമ്മൾ ഉപയോഗിച്ചവർക്ക് അറിയാം. രാത്രിയൊക്കെ 2 ദോശ ഉണ്ടാക്കി കഴിച്ചു നോക്കുവോ, ശരിക്കും രാവിലെ നല്ല സുഖശോധനയായിരിക്കും. വളരെ സുന്ദരമായിട്ട്. അത് ഏറ്റവും വലിയ പണി ഇപ്പൊ അതാന്നാ പറയണേ. രാജൻ സാറിന്റെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ബാത്റൂമിലൊക്കെ എന്തുട്ടോ ഷെൽഫൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത്രേ, ഇത് ചെന്നിരുന്നിട്ട് പോവാണ്ടിരിക്കാനേ. അപ്പൊ അങ്ങനെ പ്രശ്നമൊന്നും RCMകാർക്കില്ല. ഭംഗിയായിട്ട് നമുക്ക് ഈ ആട്ട ഉപയോഗിക്കാം. ഇത് പ്രിസർവേറ്റീവ്സ് ഇല്ല, ഫൈബർ കണ്ടന്റ് നല്ലോണം ഉണ്ട്, നാരുകൾ നഷ്ടമാകാത്തയാണ്, കറണ്ടിൽ ചൂടാക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയ 3 ദിവസമൊക്കെ രാജസ്ഥാനിലേക്ക് പോകുമ്പോ ഈ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോവുക. കറി പോലും വേണ്ട, 3 ദിവസം ട്രെയിനിൽ ഇതന്നെ ഭക്ഷണം, നല്ല സോഫ്റ്റ് ആയ ചപ്പാത്തി. അപ്പൊ ഇതൊക്കെ ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതാണ്. ഒരു ഹോം മീറ്റിംഗിൽ പറയേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇതൊക്കെ പറയാൻ വലിയ പഠിപ്പ് വേണോ? ലീഡർമാരെ കൂടെ ഒന്ന് പോയാൽ മതി. അവര് നടത്തുന്ന ഹോം മീറ്റിംഗിൽ അവരെ പിന്നാലെ ഒന്ന് പോവുക. എന്നിട്ട് ഈ നിത്യോപയോഗ സാധനങ്ങൾ, വലിയ അറിവുള്ള സംഭവങ്ങളൊന്നും പറയണ്ട. അത് നമ്മൾ ഉപയോഗിച്ച് തിന്നിട്ട് അതിന്റെ രസം അങ്ങോട്ട് ഫീൽ ചെയ്ത് പറയുക. പിന്നെ എന്താ? ഉപ്പില്ലാണ്ട് വല്ലതും പറ്റുമോ? മധുരം ഇല്ലാണ്ട് ചായ കുടിക്കാം, ഉപ്പില്ലാണ്ട് കറി കഴിക്കാം. വലിയ പ്രയാസം അല്ലെ? കൂടിയാലും കുഴപ്പ, കുറഞ്ഞാലും എത്ര വിഷമില്ല. അപ്പൊ ഏറ്റവും നല്ല ഉപ്പ്. ഉപ്പിന്റെ ഒക്കെ ഉപയോഗം എങ്ങനെയാണെന്നറിയോ? ഏറ്റവും മനസ്സിലായത് നമ്മള് ഈ എന്താ പറയാ, ഒച്ചിന്റെ മേത്തൊരു വഴുവഴുപ്പുണ്ട്, അത് പോവാൻ വേണ്ടിയിട്ട് ഈ ഉപ്പാണ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഞാനും എറണാകുളത്തുള്ള ശോഭന മേഡം കൂടി ഒരിക്കൽ പോയപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾ ഒച്ചിനെ കൊല്ലാൻ ഉപ്പാണ് ഇടണേന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഒച്ചി ചാവില്ലാട്ടാന്ന് പറഞ്ഞു. അത് അവർക്ക് വിശ്വസിക്കാൻ തയ്യാറായില്ല. അങ്ങനെ അവര് തന്നെ ആ ഒരു കാര്യം ചെയ്തു നോക്കിയപ്പോ ഒച്ചിന്റെ തലയൊക്കെ കുടഞ്ഞിട്ട് എണീറ്റ് പോണു.
അപ്പൊ നമ്മുടെ ഉപ്പ് കൊണ്ട് ഒച്ചു ചാവില്ല എന്നതിൽ ഒരു കെമിക്കലും ഇല്ല. ഏറ്റവും നല്ല ഉപ്പ് ധാരാളം വലിയ വലിയ കാശിന്റെ 58 രൂപയുടെ 68 രൂപയുടെ ഉപ്പൊന്നും നമുക്ക് വേണ്ട. നിസ്സാരമായി ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാതെ നമ്മൾ ഉപയോഗിച്ചതിന്റെ ഫീല് ചെയ്യുക, നമ്മുടെ RCMന്റെ ഉപ്പ് ഉപയോഗിക്കുക. പിന്നെ കറിക്ക് ഉപയോഗിക്കുന്ന മല്ലി, മഞ്ഞൾ ഇതിനെ കുറിച്ചൊന്നും വിശദീകരിച്ച് പറയുന്നില്ല. മഞ്ഞൾ സുഡാൻ ചേർക്കാത്ത മഞ്ഞള്, ഇലക്ട്രോമേറ്റ് ചേർക്കാത്ത മുളക് പൊടി, ഇലക്ട്രോമേറ്റ് ചേർക്കാത്ത മഞ്ഞൾപ്പൊടി, കുതിരച്ചാണകം ഇടിച്ച് പൊടിച്ച് ചേർക്കാത്ത മല്ലിപ്പൊടി. അപ്പൊ ചോദിക്കുന്നത് എന്തിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു മല്ലിപ്പൊടിയൊക്കെ എടുത്തിട്ട് കുറച്ച് ഗ്ലാസ്സിലൊക്കെ ഇട്ട് വെച്ച് നോക്കൂ വെള്ളം ഒഴിച്ചിട്ട്. അപ്പൊ കാണാ പൊന്തി നിൽക്കുന്നതൊക്കെ. ഇവിടെ അതൊന്നുമില്ല. നല്ല അസല് തരിയോട് കൂടി, നല്ല എണ്ണമയത്തോട് കൂടി, നല്ല രുചിയോടും മണത്തോടും കൂടിയുള്ള മല്ലിപ്പൊടി ഉപയോഗിച്ച് നോക്കിയവർക്കറിയാം. ഇനി ധൈര്യം ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞോ, പോയി ടെസ്റ്റ് ചെയ്യ, കാശ് ഞാൻ എടുക്കാന്ന് പറയും. അത്രയ്ക്ക് തന്റെ ഇടത്തോടു കൂടി പറയാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. അതിന് ഉപയോഗിക്കണം, ഓരോന്നും ഉപയോഗിക്കണം. എന്തേ മുളക് പൊടിക്ക് ക്ലാസ് കൊടുക്കണം എന്ന് പറയണേ? സാധാരണ മുളക് പൊടിയേക്കാള് അത് എരുണ്ട്. അപ്പൊ എരുള്ളത് കൊണ്ട് കുറച്ചിട്ടാ മതി. പുറമേ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മുളക് പൊടിയുടെ അത്ര ഇട്ടാ പറ്റില്ല, കുറച്ച് മതി. മഞ്ഞൾപ്പൊടിയൊക്കെ എന്താ പവർ. ഹോം മീറ്റിങ്ങുകളിലൊക്കെ ഇതൊക്കെ ഒരു പാത്രത്തിൽ ഇട്ട് കൊണ്ടുപോകും. എന്നിട്ട് അവർക്ക് മുളക് പൊടി കൊടുക്കണ്ട കേട്ടോ, മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒക്കെ അവരുടെ കയ്യിൽ കൊടുക്കൂ. ഞാൻ ഈ കായത്തിന്റെ ഡബ്ബ ഉണ്ടല്ലോ, അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കും. ഒരു കായത്തിന്റെ ഡബ്ബയില് മല്ലിപ്പൊടി ഇടും, ഒരു കായത്തിന്റെ ഡബ്ബയില് ജീരകം ഇട്ട് വെക്കും. അങ്ങനെ അവർക്ക് അതൊക്കെ കൊടുക്കുമ്പോ ഫീൽ ചെയ്യുന്നേ. അവര് തന്നെ തുറക്കുമ്പോഴേക്കും ന്യൂട്രീഷൻ സപ്ലിമെന്റ് ഒക്കെ പറയുമ്പോ S5 ഒക്കെ ഒന്ന് അങ്ങോട്ട് പൊട്ടിച്ചിട്ട് അവരോടൊന്ന് മണപ്പിച്ച് നോക്കാൻ പറയുക. എന്നിട്ട് അവരുടെ മുൻപിൽ തന്നെ നിന്നിട്ട് ഒന്ന് കഴിക്കുക. ഒന്നോ രണ്ടോ ഒക്കെ എടുത്ത് കഴിക്കും. എന്താ പവർ. ഒരു ഇംഗ്ലീഷ് ഡോക്ടറും ഒരു ഡോക്ടറും ഗുളിക കഴിച്ചിട്ടൊന്നുമല്ല നമുക്ക് തരിക. നമ്മൾ കഴിച്ചിട്ട് അവരെ മുന്നിൽ നിന്ന് കഴിച്ചിട്ടാണ് നമ്മൾ ആ റിസൾട്ട് കാണിക്കുന്നത്. അപ്പൊ മുളക്, മല്ലി, മഞ്ഞള്, പിന്നെതാ നമ്മുടെ അമൃത് അല്ലെ, നെഞ്ചോട് ചേർത്ത് പിടിക്കാം. 34ഓളം അസുഖങ്ങൾക്ക് എന്തപ്പോ ഇത്ര അധികം തവിട് എവിടുന്ന കിട്ടണേ? നോണേ നിങ്ങൾ പറയണതൊക്കെ. ഒന്നുമില്ല. ഇത് റൈസ് ബ്രാൻ ഓയിൽ അല്ല. ഇപ്പോഴും എന്നോട് പറയുന്നവരുണ്ട്. ആയിക്കോട്ടെ, 4 വർഷമായി ഞാൻ ഉപയോഗിക്കുന്നു, 19 വർഷമായിട്ട് ഡോക്ടർ രാജൻ സാർ ഉപയോഗിക്കുന്നു, അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. ഇപ്പൊ എന്തായാലും എന്റെ വീട്ടിൽ നിന്ന് ഇഷ്ടം പോലെ പോകുന്നുണ്ട് റൈസ് ബ്രാൻ ഓയിൽ. നമ്മൾ പറയാതെ തന്നെ അവർക്ക് ഗുണങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. അപ്പൊ 34ഓളം രോഗങ്ങൾക്ക് പ്രതിവിധിയാണ്. മലബന്ധം, ഗ്യാസ്, ക്യാൻസർ, സോറിയാസിസ്, ചിരങ്ങ്, അൾസർ, ചൊറി, BP, ഷുഗർ, കൊളസ്ട്രോള്, മൂലക്കുരു, പിസ്റ്റൂല്, ഇനി ഒന്നും പറയാനില്ല. എല്ലാറ്റിനും സർവ്വരോഗ സംഹാരി. ഒരു 150 ഡിഗ്രിയിലൊക്കെ വെളിച്ചെണ്ണ പുകയും. വെളിച്ചെണ്ണ നല്ല അസൽ തന്നെയാണ്. കണ്ണിൽ ആരെങ്കിലും ഒഴിക്കാറുണ്ടോ? ഇല്ല അല്ലെ. പച്ചയ്ക്ക് കുടിക്കാറുണ്ടോ? ഒന്നുമില്ല. പക്ഷെ ഇത് നമുക്ക് 254 ഡിഗ്രിയിലെ പുകയുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ പാചകമൊക്കെ തീരും. വെളിച്ചെണ്ണ വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുമ്പോൾ അതിൽ ട്രാൻസ്ഫാറ്റ് ആസിഡ് വരും, അത് കൊളസ്ട്രോൾ ആയി മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല എണ്ണ, റൈസനോളുള്ള ഏറ്റവും നല്ല എണ്ണ, വിളക്ക് കത്തിക്കാൻ സൂപ്പർ. കാരണം ഞങ്ങൾക്ക് ആശ്രമവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇഷ്ടം പോലെ ഇവിടെ കത്തിക്കുന്നത് മുഴുവനും അങ്ങനെയാ, ശാന്തമായിരുന്ന് കത്തും. ഇത് വിളക്കെണ്ണ ഉപയോഗിച്ച്, പാചകത്തിന് എടുക്കാൻ പറ്റാത്ത എണ്ണ ഉപയോഗിച്ച് ഭഗവാനോട് വിളക്ക് കത്തിച്ചിട്ട് ഈശ്വരാ എന്നെ രക്ഷപ്പെടുത്തണേന്ന് പറയും. അതിന് പകരം നമ്മുടെ എണ്ണ ഉപയോഗിച്ച് ഭഗവാന് കത്തിക്കൂ. ആ കത്തിക്കുമ്പോ അതിലൂടെ കിട്ടും നമുക്കൊരു വെളിച്ചവും തെളിച്ചവും. അതുപോലെ പാത്രങ്ങൾ ഇപ്പൊ ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഇഷ്ടം പോലെ പാത്രം കഴുകാറായി ഉണ്ടാവും അല്ലെ. ഡിഷ് വാഷ് ലിക്വിഡ്, ഇത് ഡബിൾ 2 ആണ്. ഇതിന്റെ ഇരട്ടി നമുക്ക് ഉപയോഗിക്കാം. സൈക്ലോസം ചേരാത്തത് ഇഷ്ടം പോലെ പാത്രങ്ങൾ കഴുകാനുണ്ടാവും സിങ്കില്. ശ്വാസ സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതിന്റെ പ്രധാന കാരണം ഈ പറയുന്ന സൈക്ലോസം എന്ന രാസപദാർത്ഥം ഡിഷ് വാഷ് ലിക്വിഡിൽ ഉള്ളത് കൊണ്ടാണ്. മനുഷ്യനും പ്രകൃതിക്കും ഹാനികരമാകാത്ത ചെറുനാരങ്ങ നീര് ഉള്ള ഒരു ലിക്വിഡാണ് നമ്മുടെ. ഒരു മൂടി എടുത്താൽ അതിലൊരു മൂടി തന്നെ വെള്ളം ഉപയോഗിച്ച് ഇഷ്ടം പോലെ പാത്രങ്ങൾ നമുക്ക് കഴുകിയെടുക്കാം. അതുപോലെ ഡിഷ് വാഷിന്റെ ബാറ്, ചെറിയ കട്ടകള്, പിന്നെ സോപ്പിന്റെ പൗഡറുകളിലെ ഇഷ്ടം പോലെ സോപ്പ് പൊടികൾ, 2-3 തരം. സോപ്പ് പൊടിയുടെ പ്രധാന സവിശേഷത എന്താ? എന്റെ കാലിന്റെ വിരലൊക്കെ ഇഷ്ടം പോലെ കുഴിനകം കുത്തിയിരുന്നു. കാരണം തിരുമ്പി കഴിഞ്ഞാൽ, അലക്കി കഴിഞ്ഞാൽ വെള്ളം കാലുമൊക്കെ ഒഴിക്കുന്നത് ഒരു പ്രത്യേക ഫീലാ. അത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാ. അങ്ങനെ കാലിന്റെ നഖമൊക്കെ പോയി. കാരണം എന്താ? അതിലൊക്കെ കാരം അടങ്ങിയിട്ടുണ്ട്. കമ്പനി സന്ദർശിച്ചപ്പോഴാണ് മനസ്സിലായത്, അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ പോലും മാസ്ക് ഇല്ല, കയ്യുമല ഒരു ഉറയില്ല, ഒന്നുമില്ല, ഭംഗിയായി അവർ സോപ്പും പൊടി ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ചെടിക്ക് കൊണ്ടുവന്ന് ഒഴിച്ചാൽ നല്ല വളമാണല്ലേ, ഏറ്റവും ബെസ്റ്റ്. അപ്പൊ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത, ആകെ 10 രൂപയുള്ളൂ ഈ സോപ്പും പൊടിക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രത്തോളം മാറ്റം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നു. 3 തരത്തിലുള്ള സോപ്പും പൊടി. പിന്നെ ടോയ്ലറ്റ് ക്ലീനർ, കണ്ടാൽ ഹാർപ്പിക്ക് പോലെ, ഷേപ്പ് ഹാർപ്പിക്ക് പോലെ, ഉള്ളിന്ന് വരുന്ന നിറവും ഹാർപ്പിക്ക് പോലെ. പക്ഷെ വ്യത്യാസം എന്താ? ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഇത് മലം വിഘടിക്കാനുള്ള ബാക്ടീരിയകൾ ഇതിലുണ്ട്. മലത്തിലെ നല്ല ബാക്ടീരിയനെ വിഘടിപ്പിക്കും. മറ്റുള്ളത് ഉപയോഗിക്കുമ്പോ മലം ദ്രവിക്കില്ല, അത് ടാങ്ക് നിറയാൻ ഇടവരും. പിന്നെ അതുപോലെ ഓട്ടുപാത്രങ്ങൾ കഴുകാൻ ഏറ്റവും സൂപ്പർ. ഞങ്ങളുടെ വീടുകളിലെ ഓട്ടുപാത്രങ്ങൾ, വിളക്ക്, കിണ്ടിയൊക്കെ ഇതുകൊണ്ടാണ് കഴുകുന്നത്. കക്കൂസെ കൊണ്ടുവന്ന് വെച്ചത് കഴുകല്ല കേട്ടോ, ഇതിനു വേണ്ടി സ്പെഷ്യൽ മാറ്റി വെക്കുക.
അത് കഴിഞ്ഞ് ഇപ്പൊ ഒരു അറിവും കൂടെ എന്നോട് നമ്മുടെ സ്റ്റാർ എമറാൾഡ് ജിഷ മാഡം പറഞ്ഞു, വെള്ളി ആഭരണങ്ങൾ കഴുകാൻ ഏറ്റവും ബെസ്റ്റാണ്. വെള്ളി ആഭരണങ്ങൾ നിറം മാറിയപ്പോ ജിഷ മാഡം അത് ഇട്ട് വെച്ചു, അടിപൊളിയായി, സൂപ്പറായിട്ട് ആ പഴയ ഒരു പ്രൗഢിയോട് കൂടി അതിന്റെ തിളക്കത്തോട് കൂടി തിരിച്ചു വന്നു. അപ്പൊ എന്തൊക്കെ അനുഭവങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കൂ. അതുപോലെ ഫ്ലോർ ക്ലീനർ ഏറ്റവും ബെസ്റ്റ്, നല്ല മണം. കോഴിക്കടയിലൊക്കെ ഇഷ്ടം പോലെ ഇവിടെ പോകുന്നതാണ് കേട്ടോ. കോഴിക്കടയിലൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക മണം ഉണ്ടാവില്ലേ, അതൊക്കെ പോവാൻ വേണ്ടിയിട്ട് അവരിത് ഉപയോഗിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അവിടെയൊക്കെ കഴുകണേ. ഏറ്റവും ബെസ്റ്റ്. തറ കഴുകാനും നമ്മുടെ ബാത്റൂമിന്റെ തറ കഴുകാനും മറ്റ് നമ്മുടെ അകം കഴുകാനും ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ സൂപ്പർ മണമുള്ള നമ്മുടെ ഫ്ലോർ ക്ലീനർ. അങ്ങനെ മായം കലർന്ന ഉൽപ്പന്നങ്ങൾ കുറച്ചൊക്കെ വീട്ടിൽ നിന്ന് മാറ്റുക. പിന്നെ പോഷകങ്ങളെ ന്യൂട്രിചാർജുകൾ പെട്ടെന്നൊന്നും നമുക്ക് ഹോം മീറ്റിംഗിൽ പറയാനായിട്ട് പറ്റിയെന്ന് വരില്ല. എന്നാലും അവർക്കൊരു അവബോധം കൊടുക്കണം. എന്തിനാണ് ന്യൂട്രി ഫുഡ്? നമ്മുടെ ശരീരത്തെ എങ്ങനെ കീറി മുറിക്കാതെ വെട്ടിപ്പൊളിക്കാതെ ഒരുമിച്ച് നിർത്താൻ എന്ത് ചെയ്യണം എന്നാണ് ന്യൂട്രി ചാർജ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ശരീരത്തെ പോഷകങ്ങളെ കൊണ്ട് ചാർജ് ചെയ്യിപ്പിക്കുക. രോഗം വന്നാൽ അത് വലുതായി 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 വന്നതിന് ശേഷം മരുന്ന് കൊടുക്കുന്ന ഒരു നടപടിയാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ന്യൂട്രി സപ്ലിമെന്റ് കൊണ്ട് രോഗം വരാതിരിക്കാനുള്ള നടപടികളാണ് ചെയ്യുന്നത്. അപ്പൊ അസുഖങ്ങൾ വരാതിരിക്കാനുള്ള ഫുഡാണ് സപ്ലിമെന്റ്. പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽസ്, ഫൈബർ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, ഒമേഗ, വാട്ടർ, ഈ 8 ഉൽപ്പന്നങ്ങൾ ശരിയായ രീതിയിൽ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങളിൽ നിന്നും രക്ഷ നേടാം. അതിൽ യാതൊരു സംശയവും ഇല്ല. അങ്ങനെയാണ് ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ ഈ പ്രസ്ഥാനം ഏറ്റെടുത്തത്. ഒരു സ്ത്രീക്ക് വേണ്ട 50 പോഷകങ്ങൾ, 200 mg കാൽസ്യം, തേയ്മാനം കുറയും, തൈറോയിഡ് ശമിക്കും, PCOD കുറയും, ഫൈബ്രോയിഡ് കുറയും, വെള്ളപ്പോക്ക് കുറയും, വയറ് കുറയും, കൊളസ്ട്രോളിന് ശമനം കിട്ടും, ക്രമം തെറ്റിയ ആർത്തവം നോർമൽ ആവും, കുഞ്ഞുങ്ങൾ ഇല്ലാത്തവർക്കും ബെസ്റ്റ്. പിന്നെ ഭംഗി കൂടും, ഒരു സംശയവും ഇല്ല, നിറം കൂടും, സുന്ദരിയാവാൻ ഇത് മാത്രം മതി. അതിനും ഞാൻ തന്നെ അനുഭവസ്ഥ. മറ്റുള്ള സപ്ലിമെന്റുകളിലൂടെ ഒന്നും പോകുന്നില്ല. പക്ഷെ ഈ ഒരു 2 സപ്ലിമെന്റ് ചുമ്മാ ഞാൻ എന്റെ അനുഭവം 6 മാസമായിട്ടുള്ളൂ ന്യൂട്രിചാർജ് വ്യൂവും DHA 200 കഴിച്ചു തുടങ്ങിയിട്ട്. അതിന് എന്റെ ഭർത്താവിനോട് നന്ദി പറയുന്നു. അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം നിരന്തരമായി 6 മാസത്തോളമായി രാത്രി കിടക്കാൻ നേരത്ത് എടുത്തു തരും. ഇത് കഴിച്ചു. ഞാൻ എന്റെ കണ്ണാട കുറച്ച് നാളുകളായിട്ട് അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്നുള്ളൂ. 19 വയസ്സിൽ വെച്ച ഈ ഒരു കണ്ണട ഇന്ന് എനിക്ക് അക്ഷരങ്ങൾ വായിക്കാൻ, ഇതിലുള്ള അക്ഷരങ്ങളൊക്കെ കണ്ണട ഉപയോഗിക്കാതെ വായിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതിന് ഏറ്റവും അധികം ഒരിക്കലും പറ്റില്ല എന്ന് തീരുമാനിച്ചൊരു കാര്യം, എന്തൊക്കെ സംഭവിച്ചാലും എന്റെ കണ്ണാട ഇല്ലാതെ അക്ഷരം വായിക്കാൻ പറ്റുമെന്ന് ഞാൻ 1% പോലും. അപ്പൊ കണ്ണട ഇല്ലാതെ കുറച്ച് സമയം എനിക്ക് ഇരിക്കാൻ പോലും സാധിച്ചത് ഈ RCMന്റെ പ്രൊഡക്റ്റുകളുടെ ഉപയോഗം കൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കടയൊന്ന് മാറി, ബ്രാൻഡ് ഒന്ന് മാറി, RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം. ആ ഉപയോഗത്തിലൂടെ നല്ലൊരു സിസ്റ്റത്തിലൂടെ നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. 12,000-ലധികം വരുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്ന് നമുക്ക് എന്താണോ ഇഷ്ടം അത് 2,000 രൂപയിൽ കുറയാതെ വാങ്ങിയാല് ആജീവനാന്തം നമുക്ക് ഈ സിസ്റ്റത്തിന്റെ ഭാഗമാകാം. തുടർന്ന് എല്ലാ മാസവും ഈ നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങാൻ സാധിക്കണം. ഒരു 500 രൂപയിൽ കുറയാതെയെങ്കിലും വാങ്ങാൻ തയ്യാറായാല്. കാരണം ഈ തുടക്കക്കാർക്ക് PV യെ കുറിച്ചൊന്നും ഹോം മീറ്റിംഗിൽ വലിയ ധാരണ ഉണ്ടാവില്ല. അപ്പൊ അവരോട് പറയാ, നിങ്ങളൊരു 300-500 രൂപയ്ക്ക് 100 PV-യിൽ കുറയാതെ വാങ്ങിയാലല്ലേ നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. 6 മാസത്തെ ഉപയോഗ ശേഷം 8ാമത്തെ മാസം വാങ്ങിയ ഉൽപ്പന്നങ്ങളുടെ PV അനുസരിച്ച് അതിന്റെ ഒരു ഫ്രീ ഗിഫ്റ്റ് നമുക്ക് കിട്ടും. PV എന്താണെന്നൊന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുക്കണം. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന വരവ് ചിലവ് കഴിച്ച് ബാക്കിയുള്ള നീക്കിയിരിപ്പാണ് PV എന്നും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞാല് ഏറ്റവും ഭംഗിയായിട്ട് ഹരിത സഞ്ജീവിനി അതൊരു വലിയൊരു പ്രൊഡക്റ്റ് ആണ്. ചെറിയ രീതിയിൽ നമുക്ക് അതും ഒന്ന് പ്രൊമോഷൻ ചെയ്യാം. നിലവില് നട്ടിരിക്കുന്ന ചെടിയാണെങ്കിൽ, കാരണം നമ്മുടെ മനസ്സും ശരീരവും ഭംഗിയായി, പക്ഷെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി പരിസരം കൂടി ഭംഗിയാക്കണമെങ്കിൽ, വിഷരഹിതമാക്കണമെങ്കിൽ ഗാർഡൻ ഗോൾഡ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക ഹോം മീറ്റിംഗില്. അപ്പൊ നിലവിലുള്ള ചെടിയാണെങ്കിൽ മണ്ണ് പതുക്കെ നീക്കി ചെടിയുടെ വലിപ്പത്തിനനുസരിച്ച് ഒരു 50-100 ഗ്രാം ഒക്കെ ഇട്ട് മണ്ണിട്ട് മൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലൂടെ മണ്ണിൽ ലഭ്യമായിട്ടുള്ള പോഷകങ്ങൾ നന്നായി ആഗിരണം ചെയ്യാനും നന്നായി വളരാനും നല്ല ഫലഭൂയിഷ്ടമായ ഫലങ്ങൾ വിളവെടുക്കാനും സാധിക്കുമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ നമുക്ക് ഇന്ന് കിട്ടുന്നതൊക്കെ വിഷമയമാണ്. അപ്പൊ അതിനൊക്കെ പരിഹാരമാണ് ഗാർഡൻ ഗോൾഡ്. സ്ഥലമില്ലെങ്കിൽ ചെറിയ ചെറിയ ഗ്രോ ബാഗ് ഒക്കെ വാങ്ങിയിട്ട് പച്ചമുളകോ വെണ്ടയോ വഴുതിനയോ തക്കാളിയോ ഒക്കെ ഉണ്ടാക്കുക.
3 മാസത്തിൽ ഒരിക്കൽ ഇതൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ മണ്ണിന് പോഷണമായി, ചെടികൾക്ക് ശക്തിയായി, പൂക്കൾക്ക് നല്ല നിറവും ജീവനൊക്കെ കിട്ടും, ഒരുപോലെയുള്ള ഫലങ്ങൾ കിട്ടും. അങ്ങനെ നിരോധിക്കപ്പെട്ട കീടനാശിനികളും രാസപദാർത്ഥങ്ങളും അമിതമായ അളവിൽ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതും കേടുവരാതിരിക്കാൻ സൂക്ഷിച്ചു വെക്കുന്നതുമായ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ നമ്മൾ കഴിച്ച് നമ്മൾ രോഗിയാവണ്. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഇതിലൂടെ വലിയ രീതിയിൽ അസുഖങ്ങൾക്ക് കാരണമാവുന്നു. അതിനൊക്കെ നിങ്ങൾ ഗാർഡൻ ഗോൾഡ് ഉപയോഗിച്ച പരിഹാരമാവുന്ന അവരോട് പറയാം. എല്ലാ മാസവും ഒരു 3000 രൂപയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തയ്യാറായാൽ ഒരു 1500 PV വരുമെന്നും, അങ്ങനെ എല്ലാ മാസവും വാങ്ങിക്കഴിഞ്ഞാൽ 6 മാസത്തെ ഉപയോഗം കഴിഞ്ഞ് 8ാമത്തെ മാസം 1500 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുമെന്നും പറഞ്ഞു കൊടുക്കണം. അതുപോലെ 5000 രൂപയ്ക്ക് വാങ്ങിയാൽ 2500 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. എല്ലാ മാസവും 10000 രൂപയ്ക്ക് വാങ്ങിയാൽ 5000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. എല്ലാ മാസവും 20000 രൂപയ്ക്ക് വാങ്ങിയാൽ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഈ 5000 പ്രധാനമായിട്ട് പറഞ്ഞു കൊടുക്കുക. ബാക്കിയൊക്കെ തുടർന്നുള്ള മീറ്റിങ്ങുകളിൽ ഇതിന്റെ സാധ്യതകളൊക്കെ പറഞ്ഞു തരാമെന്ന് പറയാം. അങ്ങനെ 20000 രൂപയ്ക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പ്രൊഡക്റ്റും കിട്ടും, 3000 രൂപ അക്കൗണ്ടിലേക്കും വരും. ഞാൻ RCMൽ വന്നിട്ട് 4 വർഷം ജനുവരി 30 കഴിഞ്ഞു. 4 വർഷമായി ഞാൻ സൂപ്പർ ഡയമണ്ട് ഈ പറയുന്ന 20000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നു. ഇപ്പൊ ഒരു 3-4 മാസത്തോളമായി 25000 PVയിലേക്കും കടന്നു. അപ്പൊ അതിനൊക്കെ പ്രാപ്തമാക്കുന്നത് ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അവരോട് കൺസിസ്റ്റൻസി ഉണ്ടാക്കാൻ പറയാ, സ്ഥിരത നിലനിർത്താൻ, വരിന്ന് പോവരുത്. എന്ത് സംഭവിച്ചാലും ഈ വരിയിൽ ഉണ്ടാവണം. ഉപദേശങ്ങൾ കൊടുക്കാനൊക്കെ വലിയ എളുപ്പം, പക്ഷെ അതിന് സ്വയം നമ്മൾ മാതൃകയാവുക. ഗുരുനാഥൻ സഫയർ മൂർത്തി സാറ് പറയുന്നത് പോലെ, ആരെങ്കിലും ചെയ്താൽ ഞാൻ ആദ്യം ചെയ്യും, ആരെങ്കിലും ചെയ്താൽ ഞാൻ ചെയ്യും, ആരും ചെയ്തില്ലെങ്കിൽ ഞാൻ ആദ്യം ചെയ്യും. അപ്പോ RCM का प्रोडक्ट केवल प्रोडक्ट नहीं है, आपको किस्मत का फैक्ट्री है. നമ്മുടെ തലവര മാറ്റുന്നതാണ് RCMന്റെ പ്രൊഡക്റ്റ്. എന്റെ തലവര മാറി, എന്റെ കുടുംബത്തിന്റെ തലവരയും മാറി, ഉറപ്പാണ്. പൊതുമാർക്കറ്റിൽ നിന്ന് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു 10-15 ഉൽപ്പന്നങ്ങൾ നമ്മൾ പൊതുമാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ ഏകദേശം ഒരു 2562 രൂപ വരും. അത് RCMന്റെ MRPയിൽ വാങ്ങുമ്പോൾ 1249 രൂപ. നോട്ട് ചെയ്ത് വെച്ചോ. ഒരു 15 പ്രൊഡക്റ്റ് പൊതുമാർക്കറ്റിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഉപ്പ് തൊട്ട് പേസ്റ്റ് തൊട്ട് കക്കൂസ കഴുകുന്നത് വരെ വാങ്ങുമ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലാ മാസവും വേണം. വാങ്ങിക്കഴിയുമ്പോൾ 2562 രൂപയ്ക്ക് കിട്ടുന്നത് RCMന്റെ MRP റേറ്റ് 1249 രൂപ. അവിടെ വന്നു ഒരു 1313 രൂപയുടെ ലാഭം. ഇനി RCMൽ ഇതുപോലെ ഒരു കാർഡ് ഉണ്ടെങ്കിലോ, ആജീവനാന്ത കാർഡ്, നമ്മൾ ചത്തുപോയാലും നമ്മുടെ നോമിനിക്ക് ഉപയോഗിക്കാവുന്ന കാർഡ്, റോയൽറ്റി ആകുമ്പോൾ പ്രത്യേകിച്ചും ആ കാർഡ് ഉണ്ടെങ്കിൽ 1035 രൂപയ്ക്ക് ആ പ്രൊഡക്റ്റ് കിട്ടി. അപ്പൊ കിട്ടിയ ഒരു 214 രൂപ. ഇത് രണ്ടും കൂടി ഒന്ന് കൂട്ടി നോക്കിയാൽ ഏകദേശം നമുക്കൊരു കുറച്ച് ഒരു 3000 ചില്ലാനം രൂപയുടെ ഒരു ലാഭം വരുന്നു. ഇത് കഴിഞ്ഞ് PV ഉണ്ട്. അതാണ് രസം. പുറത്തുനിന്ന് ഒരുത്തിനും PV കിട്ടില്ല. ഈ 15 ഉൽപ്പന്നം വാങ്ങുമ്പോൾ ഒരു 506 PV കിട്ടും. ഈ 506 PV നിങ്ങൾ വേറെ ഒന്നും വേണ്ട, ഈ 15 പ്രൊഡക്റ്റ് തന്നെ മാസം തോറും വാങ്ങി കഴിയുമ്പോ 6 മാസം കഴിയുമ്പോ 3036 PV വരും. അതിന്റെ 12% 365 റുപ്യ ഫ്രീ. എത്ര കാലം പല്ലിച്ചു? ഒരു രൂപ ആരെങ്കിലും നമുക്ക് ഫ്രീ തന്നോ? ഒരു പേസ്റ്റ് ആരെങ്കിലും തന്നോ? അപ്പൊ കറണ്ട് ഉപയോഗിച്ചാലും പൈപ്പ് വെള്ളം ഉപയോഗിച്ചാലും TV കണ്ടാലും ഗ്യാസ് കത്തിച്ചാലും നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയിക്കൊണ്ടേയിരിക്കുന്നു. RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ ആരോഗ്യവും കിട്ടും, കാശും കിട്ടും. നമ്മുടെ ലൈഫ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും RCMൽ വന്നിട്ട് പ്രതിസന്ധികൾ കൂടിയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നന്ദി പറയാ. കാരണം നമ്മുടെ യഥാർത്ഥ ടെസ്റ്റ് ആരംഭിച്ചു. നമ്മൾ ദൈവത്തിന്റെ റഡാറിൽ വന്നു കഴിഞ്ഞു. ദൈവം നമുക്ക് തരുന്ന ട്രയലാണ് പ്രതിസന്ധികള്. റൂബി ഗിരീഷ് സാർ ഒരിക്കൽ ഒരു ക്ലാസ്സിൽ പറയണ്ടായി, 4 പോയിന്റ് പിടിച്ചു നിൽക്കാൻ ഇടയ്ക്കിടയ്ക്ക് അതൊന്നും എടുത്ത് വായിച്ചു നോക്കാം. ഞാൻ എല്ലാ ബുക്കിന്റെ ഫസ്റ്റ് പേജിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പെയിൻ മേക്ക് യു സ്ട്രോങ്ങർ, വേദന നിങ്ങളെ ശക്തനാക്കുന്നു. റൂബി ഗിരീഷ് സാർ തന്ന ക്ലാസ്, വേദന നിങ്ങളെ ശക്തനാക്കുന്നു. 2, ഫിയർ മേക്ക് യു വിഷൻ, ഭയം നിങ്ങളെ ധീരനാക്കുന്നു. 3ാമത്തെ പോയിന്റ്, റിജക്ഷൻ മേക്ക് യു ഇമോഷണലി സ്ട്രോങ്ങർ. പ്രധാന പോയിന്റ്, നമ്മൾ വിശ്വസിച്ചവര് നമ്മളെ റിജക്ട് ചെയ്യുമ്പോ ആ ഇമോഷൻ നമ്മളെ സ്ട്രോങ് ആക്കുന്നു. ആ സ്ട്രോങ് ആണ് ഇന്ന് എന്നെ സ്റ്റാർ പ്ലാറ്റിനത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത്. ഇമോഷൻ, ഞാൻ വിശ്വസിച്ച, ഞാൻ ചങ്കോട് ചേർത്തവരെന്നെ തള്ളി പറഞ്ഞ നിമിഷം, അത് നമ്മളെ സ്ട്രോങ് ആക്കും. 4, പാസ്റ്റ് എക്സ്പീരിയൻസ് മേക്ക് യു സ്മാർട്ട്, മുൻകാല അനുഭവം നിങ്ങളെ മിടുക്കരാക്കും. അപ്പൊ നമുക്ക് കഥകൾ ഉണ്ടാവണം, സങ്കടങ്ങൾ വരണം. ആ സങ്കടങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളൊക്കെ എവിടെ
നിന്നാണ് വാങ്ങുന്നതെന്ന് ചിന്തിക്കുക. ഇതുവരെ വാങ്ങിയിട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായോ എന്ന് ആലോചിക്കുക. ഇനി നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ചിന്തിക്കുക. നമുക്ക് സ്വപ്നം ഉണ്ടോ എന്ന് ചിന്തിക്കുക. ആക്ഷൻ ഉണ്ടോ എന്ന് ചിന്തിക്കുക. റിസൾട്ട് വേണോ എന്ന് ചിന്തിക്കുക. അൺലിമിറ്റഡ് ഹാപ്പിനെസ് വേണോ എന്ന് ചിന്തിക്കുക. കടയൊന്ന് മാറൂ, ബ്രാൻഡ് എന്ന് മാറൂ. എല്ലാവർക്കും RCM എന്ന നന്മയിലൂടെ ഗംഭീര വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് RCM, ഗുഡ് RCM, ജയ് ഹിന്ദ്. താങ്ക് യു ഓൾ ലീഡേഴ്സ്. താങ്ക് യു.